happy to stand before you in this convention. ഈ കൺവെൻഷനിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. God is doing great work even in this Kottayam convention. ഈ കോട്ടയം കൺവെൻഷനിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. And today even the Lord is also doing his great work. കർത്താവ് അതോടൊപ്പം തന്നെ വലിയ കാര്യങ്ങളും ചെയ്തു വരുന്നു. Now we are going to read a verse from the scripture. തിരുവെഴുത്തുകളിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. Luke the Gospel chapter 12 verse 49. Luke the Gospel ലൂക്കോസ് 12-ാം അധ്യായം 29-ാം വാക്യം. 49. 49-ാം വാക്യം. എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് 12:41 ഭൂമിയിൽ തീയിടുവാൻ. I am come to send fire on the earth, and what will I if it be already kindled? ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു? Yeah, Jesus says that he has come into the world to send or to pour the fire, and that fire must be kindled. കർത്താവായ ശിവനെയാണ് പറയുന്നത്, താൻ ഈ ഭൂമിയിൽ വന്നത് തീയിടുവാൻ, തീ കത്തിക്കുവാനാണ്. അതിപ്പോൾ തന്നെ ജ്വലിച്ചുവെങ്കിൽ കൊള്ളാമായിരുന്നു. Now in this Saturday, as you know, this is the hour of filling in the Holy Spirit, and this is the hour in our faith home we have a tarrying meeting, and we spend time waiting for the Holy Spirit to revive ourselves. നമുക്കറിയാം, ഇന്ന് ശനിയാഴ്ചയാണ്. സാധാരണഗതിയിൽ നമ്മുടെ സഭകളിൽ ഈ മണിക്കൂറുകളിൽ നാം ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകൾ സംസാരിച്ച് നാം നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഉണർവ് പ്രാപിക്കുന്നതായ മണിക്കൂറുകളാണ്. And that's why right now God wants to send his fire in our midst in this evening. ആകയാൽ ഈ സന്ധ്യാവേളയിലും ദൈവം നമ്മുടെ നടുവിൽ തന്റെ തീ അയക്കുവാൻ ആഗ്രഹിക്കുന്നു. Because the fire is so important that it is not the little fire, but it is spiritual fire that is so required in these last days. ആകയാൽ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ പരാമർശിക്കുന്നത് അക്ഷരാർത്ഥത്തിലുള്ളതായ തീയെ കുറിച്ചല്ല, ആത്മീകമായ അഗ്നിയെ കുറിച്ചാണ്. ഈ അവസാന നാളുകളിൽ ഈ അഗ്നിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. The little fire means people are not happy. People will know how much distraction it will bring, how much it will destroy and bring about a lot of great losses of money and material. So nobody desire the little fire. എന്നാൽ അക്ഷരികമായ തീ ഒരിടത്ത് ആളിപ്പടർന്നാൽ അതിന്റെ ഫലമായിട്ട് വലിയ വിനാശങ്ങൾ, നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ സാമഗ്രികളൊക്കെ കത്തി നശിക്കാൻ ഇടയുള്ളത് കൊണ്ട് ആ അക്ഷരികമായ അഗ്നി ആളിപ്പടരുന്നതിൽ ആളുകൾ വലിയ സന്തോഷമുള്ളവരല്ല. And because those fire will never stop, it will be guttering, it will be going on, the blazing and spreading from one building to another building, from one place to another, and causes a huge fire and bring about colossal damages. എവിടെയെങ്കിലും ഇതുപോലെ തീപിടുത്തമുണ്ടായാൽ അത് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ആളിപ്പടർന്ന് അത് വ്യാപിച്ച് ഒരു കെട്ടിടത്തിനാണെങ്കിൽ അവിടെ അത് കത്തി നശിച്ച് അത് മറ്റൊരു കെട്ടിടത്തിലേക്ക് പടർന്ന് നമുക്ക് ഭീമമായ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. And fire engine will be fighting with the water, and even it will be very difficult to control the fire. അഗ്നിരക്ഷാ സേനക്കാർ അവര് വെള്ളവും മറ്റു കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ആ തീ നിയന്ത്രണ വിധേയമാക്കുവാനും കെടുത്തുവാനും അത്യധ്വാനം ചെയ്യേണ്ടി വരും. But it will be very difficult to contain the fire. അങ്ങനെ ആ തീയെ നിയന്ത്രിച്ചു നിർത്തുക എന്നത് വളരെ വിഷമം നിറഞ്ഞ ഒന്നായി തീരുന്നു. But now I'm not going to speak about the little fire, but the spiritual fire which is so necessary in these last days. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അങ്ങനെയുള്ള അക്ഷരികമായ തീയെ കുറിച്ച് പറയാനല്ല താല്പര്യപ്പെടുന്നത്, ആത്മീകമായ അഗ്നിയെ കുറിച്ചാണ്. അന്ത്യനാളുകളിൽ അത് നമുക്ക് വളരെ അനിവാര്യമാണ്. How much it is set ablaze, how much is ignited, it will devour whatever that is against the spiritual life, against the kingdom of
heaven, or whatever the aspect, the material, everything will burn it down. അങ്ങനെ ഒരു തീ ജ്വലിച്ചാൽ, അത് കത്തിപ്പടർന്നാൽ, നമ്മുടെ ആത്മീക ജീവിതത്തിന് എതിരായി വരുന്നത് എന്തായിരുന്നാലും ആ പ്രതിബന്ധങ്ങളെ എല്ലാം തന്നെ അത് പൂർണ്ണമായി ദഹിപ്പിച്ച് നശിപ്പിച്ച് ഇല്ലാതെയാക്കി കളയും. That is the power which I am going to speak in this evening. ഈ സന്ധ്യാവേളയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ആ ശക്തിയെ കുറിച്ചാണ്. Because this fire is from heaven. കാരണം ഈ തീ വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. And this fire is from Zion. ഈ തീ ഉത്ഭവിക്കുന്നത് സിയോനിൽ നിന്നാണ്. In Isaiah 31st chapter verse 9. യെശയ്യാപ്രവചനം 35-9 വാക്യത്തിൽ വായിക്കുമ്പോൾ 31st chapter verse 9. 31 അധ്യായം 9 വാക്യം. What we read in the 31st chapter verse 9. 31:9 എന്താണ് വായിക്കുന്നത്? There is a fire in Zion. അവിടെ സിയോനിൽ തീയുണ്ട്. Read that. അവരുടെ പ്രഭുക്കന്മാർ കൊടി കണ്ട് നടുങ്ങിപ്പോകുമെന്ന് സിയോനിൽ തീയും യെരൂശലേമിൽ ചൂളയുമുള്ള യഹോവയുടെ അരുളപ്പാട്. And he shall pass over to his stronghold for fear, and his princes shall be afraid of the ensign, saith the Lord, whose fire is in Zion, and his furnace in Jerusalem. There is a fire and furnace that you must understand in this evening. It is from Zion, it is from the Lord, it's from heaven. It will come upon you. ഒരു തീയും തീച്ചൂളയുമുണ്ട്. ഈ സന്ധ്യാവേളയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് സ്വർഗത്തിൽ നിന്ന്, സിയോനിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. Because everybody must be the people of God, and no one should be a person away, a stranger which is unfit. All must be made as a people of God. ഒരു വ്യക്തി പോലും ഒരു അന്യനായി ദൈവരാജ്യത്തിന് അയോഗ്യനായി തീരാതെ അവരെല്ലാവരും ദൈവത്തോട് അടുത്തു വന്ന ദൈവജനമായി തീരുക എന്നുള്ളത് ആവശ്യമാണ്. Because there are a lot of aspects of the devil that is to be burnt away and rescue the people who are found in the midst of that. ആകയാൽ ഇതാ മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന അനേകം പൈശാചിക ശക്തികൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് ആളുകളെ അതിന്റെ നടുവിൽ നിന്നെല്ലാം മോചിപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. That's why in this evening I want to tell you, God is much concerned about your safety, your future, and your progress of the future. ആകയാൽ നിങ്ങളുടെ സുരക്ഷയെക്കുറിച്ച്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, നിങ്ങളുടെ പുരോഗതിയെക്കുറിച്ചെല്ലാം കർത്താവ് വളരെ ശ്രദ്ധാലുവും കരുതലുള്ളവനുമാണെന്ന് ഞാൻ ഈ സന്ധ്യാവേളയിൽ നിങ്ങളോട് അറിയിക്കട്ടെ. And that fire going to devour all that crop, the agriculture of this devil, the Philistine. പിശാച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാവിധമായ കളകളെയും ഈ തീ എന്നത് അത് വിഴുങ്ങി ദഹിപ്പിച്ചു കളയുവാൻ പോകുന്നു. In those days, the Philistine occupied certain part of the Israel, and they had a crop, and they had some kind of cultivation, and that seems to be so great in the midst of the Israel. ഒരു കാലയളവിൽ ഫിലിസ്തീർ ഇസ്രായേലിലെ ചില ഭാഗങ്ങളിൽ അധിനിവേശം നടത്തുകയോ അവരവിടെ ചില വിളകളൊക്കെ നട്ട് വളർത്തുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും. And that's why God is raising Samson. അതിന്റെ പിന്നാൽ ദൈവമോ ശിംശോനെ എഴുന്നേൽപ്പിച്ചു. Because this Samson is the right person who is going to do the work of destroying all the works of the enemy, the Philistine. ഫിലിസ്തീരാകുന്ന ശത്രുവിന്റെ സൈന്യത്തിന്റെ സകല പ്രവൃത്തികളെയും നശിപ്പിക്കുവാൻ തക്കതായ പ്രാപ്തനായ വ്യക്തിയായിരുന്നു ശിംശോൻ. And they had agriculture, and they had a crop, and that was very prominent in those days. ആ നാളുകളിൽ വളരെ പ്രബലമായ നിലയിൽ അവർക്ക് അവിടെ കൃഷിയും വിളകളും ഉണ്ടായിരുന്നു. And all those things, now Samson is making a plan to destroy it. അതിനെല്ലാം നശിപ്പിക്കുവാനായി ശിംശോൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. As we read in Judges the 15th chapter, ന്യായാധിപന്മാർ 15-ാം അധ്യായം, while you read in the 5th verse, 5-ാം വാക്യം വായിച്ചാൽ now you can understand he is making a plan how to destroy the agriculture of the Philistines. ആ ഫിലിസ്തീനരുടെ കൃഷിയും വിളയെല്ലാം എങ്ങനെ നശിപ്പിക്കാമെന്ന് ശിംശോൻ ഒരു പദ്ധതി ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. And while he was thinking about the plan, what he thought, the fire is the only answer. The fire
is the only answer. So he was thinking about that fire. ആകയാൽ അതിനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് ചിന്തിച്ചപ്പോൾ ശിംശോന് മനസ്സിലായി അതിനുള്ള ഏക മറുപടി തീ മാത്രമാണ്. തീയാൽ മാത്രമാണ് അതിന് ഒരു ഉന്മൂലനാശം വരുത്തുവാൻ കഴിയുക. I want to teach a lesson to the Philistine by fire, and I'm going to use the plan for that. ഞാൻ തീ കൊണ്ട് ആ ഫിലിസ്തീനെ ഒരു പാഠം പഠിപ്പിക്കും. ഞാൻ അതിനായിട്ട് ഒരു പദ്ധതി ആവിഷ്കരിക്കും. So here you can understand this Samson is nothing but our God. Samson means son. ആകയാൽ ഇവിടെ നമുക്ക് ശിംശോൻ എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അത് നമ്മുടെ ദൈവം തന്നെയാണ്. ശിംശോൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നർത്ഥം. In what the psalmist says in Psalm 84:11, 84-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ എന്താണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്? what he says, താൻ എന്ത് പറയുന്നു? the Lord is the sun. That's what he says. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. Read that. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. For the Lord God is a sun and shield. The Lord will give grace and glory. The Lord God is the Son. That you must understand. Even the world must understand. The people all are gathered here must understand. The Lord is the Son. ദൈവമക്കൾ മനസ്സിലാക്കണം. അതുപോലെ ജനങ്ങൾ മനസ്സിലാക്കണം. മുഴു ലോകവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം യഹോവയായ ദൈവം സൂര്യനാകുന്നു. That is this Samson. Samson means son. That is God. He is now rising a plan against the Philistines. ആകയാൽ ശിംശോൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. നമ്മുടെ ദൈവം സൂര്യനാകുന്നു. ആകയാൽ ഫിലിസ്തർക്കെതിരായി ഇതാ ഒരു പദ്ധതി ഉണ്ടാക്കി വരുന്നു. And now we can find about God is a sun in many places. പലയിടങ്ങളിലും നമുക്ക് ദൈവത്തെ ഒരു സൂര്യനായി കാണാം. Even in Revelation chapter 1 verse 16 also. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യത്തിലും what we read about the countenance of God. അവിടെ നമ്മുടെ കർത്താവിന്റെ തിരുമുഖത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും. It is like a sun. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ. His face is like a sun shining. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കും പോലെ. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. And his countenance was as the sun shineth in his strength. So it is a sun that shineth with all its strength. സൂര്യൻ അതിന്റെ സകല പ്രഭാവത്തോടും കൂടെ ഉദിക്കുന്നത് പോലെ. And also what we read in Matthew the 17th chapter verse 2. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് that Jesus' face also started shining like a sun. യേശുവിന്റെ മുഖം അവിടെയും സൂര്യനെ പോലെ പ്രകാശിച്ചു തുടങ്ങി. Read that. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. And was transfigured before them, and his face did shine as the sun. His face did shine like a sun. അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു തുടങ്ങി. Our God, our Jesus Christ is that Samson who want to work against all evil powers. ആകയാൽ നമ്മുടെ ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറഞ്ഞ ശിംശോൻ ആ ഫിലിസ്തർക്കെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങി. Now he is making a plan, and finally what is striking his mind, the fire is the only solution. ആകയാൽ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അവന് മനസ്സിലായി അതിന് ഏക പരിഹാരം തീ തന്നെയാണ്. The fire only burned down all those the crop, the agriculture of the enemy, the Philistines. It will completely bring about an end. ശത്രുക്കളായ ഫിലിസ്തീനയുടെ എല്ലാ കൃഷികളെയും എല്ലാ വിളവുകളെയും പൂർണ്ണമായി ദഹിപ്പിച്ച അതിന് ഉന്മൂലനാശം വരുത്തുവാൻ കഴിയുന്ന ഒരേ ഒരു മാധ്യമം അത് തീ തന്നെയാണ്. And that's why he is making a plan about it. അതിനെക്കുറിച്ച് താനൊരു പദ്ധതി ഉണ്ടാകുന്നു. And while he was thinking about the plan and idea about it, it was striking that the fox is the right animal that will do this duty well. ആകയാൽ ഈ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അവന്റെ മനസ്സിലുണ്ടായത് ഇത് നിർവഹിക്കാൻ പറ്റിയത് കുറുക്കന്മാർ തന്നെയാണ്. അവ ഈ പ്രവൃത്തി വളരെ നന്നായിട്ട് ചെയ്യും. And no man can do that. Only this animal which is so delicate, which nobody like it, that animal is the right animal
that will be used for this fire. മനുഷ്യർക്കാർക്കും ഈ പ്രവൃത്തി ചെയ്യുവാൻ കഴിയില്ല. എന്നാൽ മനുഷ്യർക്ക് ഇഷ്ടമില്ല എങ്കിലും വളരെ ബുദ്ധിശാലികളായ ഈ കുറുക്കന്മാർ ഈ മൃഗങ്ങളെ ഉപയോഗിച്ചാൽ അവ ഈ പ്രവൃത്തി വളരെ നന്നായിട്ട് തന്നെ ചെയ്യുമെന്ന് തനിക്ക് മനസ്സിലായി. Samson had a good idea about that fox. That's why he did not despise the fox in his mind or in his heart. He had given much importance, given much status to that kind of fox. ആകയാൽ കുറുക്കന്മാരെ കുറിച്ച് ശിംശോന് വളരെ നല്ല ധാരണയുണ്ടായിരുന്നത് കൊണ്ട് അവൻ അതിനെ നിന്ദിക്കാതെ തന്റെ മനസ്സിൽ അതിനെക്കുറിച്ച് നിസ്സാരമായി കരുതാതെ അതിനർഹമായ പ്രാധാന്യം കൊടുത്തു. Now he thinking about, I'm going to catch any number of foxes for this purpose. ആകയാൽ ഈ ദേശത്തോടുകൂടി ഞാൻ കുറച്ച് കുറുക്കന്മാരെ പിടികൂടുമെന്ന് അവൻ ചിന്തിച്ചു. Now I'm going to catch many number of foxes for this purpose. ആകയാൽ ഈ ദേശത്തോടുകൂടി ഞാൻ കുറച്ചധികം കുറുക്കന്മാരെ പിടികൂടുമെന്ന് അവൻ ചിന്തിച്ചു. Because I have a purpose. എന്തുകൊണ്ടെന്നാൽ എനിക്കൊരു ഉദ്ദേശമുണ്ട്. That purpose, the fox is the applicable animal. ആ ഉദ്ദേശം നിറവേറ്റുവാൻ ഏറ്റവും പറ്റിയ ഉചിതമായ മൃഗം കുറുക്കൻ തന്നെയാണ്. And I am going to catch how much that fox would be available in this land. ആകയാൽ ആ ദേശത്ത് എത്രത്തോളം കുറുക്കന്മാരെ കിട്ടുമോ അത്രത്തോളം കുറുക്കന്മാരെ ഞാൻ അതിനായി പിടികൂടും. Now I want to tell you in this evening, fox mean nobody will like it, but Samson had a good idea, good mind in such a way of a God who is like a son. He is having a great idea about you and me. ആകയാൽ ഈ സന്ധ്യാവേളയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, കുറുക്കന്മാരെ ആർക്കും ഇഷ്ടമില്ല എങ്കിൽ തന്നെയും ശിംശോന് അതിനെക്കുറിച്ച് ഒരു നല്ല ധാരണയുണ്ടായിരുന്നു. അതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്നറിയാമായിരുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ദൈവം, ആ സൂര്യനായവൻ. അവൻ നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ഒരു വലിയ പദ്ധതിയുള്ളവനായിരിക്കുന്നു. You are the only man who can carry the fire. You can carry the fire and you can destroy the power of the Philistines. ദൈവത്തിന്റെ തീ വഹിച്ചു കൊണ്ടുപോയി ശത്രുക്കളായ ഫിലിസ്ത്യരുടെ എല്ലാ ശക്തികളെയും നശിപ്പിക്കുവാൻ തക്കതായ യോഗ്യനായ വ്യക്തി തന്നെയാണ് നീ. And that's why today in this evening I want to tell you, you and I may be found despising. We may be low estimated by the world, but our God, the Samson, is having a great estimation about you. ആകയാൽ ഈ സന്ധ്യാവേളയിൽ പറയട്ടെ, ഒരുപക്ഷെ ലോകത്തിന് മുൻപാകെ നീ വളരെ നിന്ദിക്കപ്പെട്ടവനായിരിക്കാം, വളരെ തരം താഴ്ന്ന നിലയിൽ ഗണിക്കപ്പെടുന്നവനായിരിക്കാം. എന്നാൽ നമ്മുടെ ദൈവം സൂര്യൻ ശിംശോനായവൻ നമ്മളെ വളരെ ഉന്നത നിലയിൽ തന്നെ നമ്മളെ കുറിച്ച് അവൻ കണക്ക് കൂട്ടിയിട്ടുണ്ട്. Because you are the man who can carry the fire into this world. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ ഈ തീ വഹിച്ചു ചെല്ലുവാൻ തക്ക വ്യക്തിയാണ് നീ. You are the man carrying the fire and destroy all the power of the enemy. ആ തീ വഹിച്ചു കൊണ്ട് ചെല്ലുവാനും ശത്രുവിന്റെ എല്ലാ ശക്തികളെയും നശിപ്പിക്കുവാനും പ്രാപ്തനായ ഉചിതമായ വ്യക്തി തന്നെയാണ് നീ. And that's why he had chosen the fox. അതുകൊണ്ട് തന്നെയാണ് അവൻ കുറുക്കന്മാരെ തിരഞ്ഞെടുത്തത്. What the Bible say about the fox? കുറുക്കന്മാരെ കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു? And we read in Matthew 8 chapter verse 20. മത്തായി സുവിശേഷം 8-ാം അധ്യായം 20-ാം വാക്യം. What did he say about that fox? കുറുക്കന്മാരെ കുറിച്ച് എന്ത് പറയുന്നു? It's having a hole and live in that hole. കുറുക്കന്മാർ കുഴികൾ ഉണ്ടാക്കി അതിൽ പാർക്കുന്നു. Read that. യേശു അവനോട്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്. And Jesus said unto him, the foxes have holes. So here, what is the significance of this fox? It's not having a great bungalow. It's not having a big multi-story building. It's not having any great cave like anything. But it's having only a hole. കുറുക്കന്മാരെ കുറിച്ച് നമ്മൾ ഇവിടെ അതിന്റെ പ്രത്യേകതയായിട്ട് എന്താണ് കാണുന്നത്? അവയ്ക്ക് വലിയ ബംഗ്ലാവുകളോ മണിമാളികകളോ ബഹുനില മന്ദിരങ്ങളോ ഇല്ല. എന്തുകൊണ്ട്? മറ്റു വലിയ മൃഗങ്ങളെ പോലെ വലിയ വിശാലമായ ഗുഹകളുമില്ല. അവയ്ക്ക് വെറും ചെറിയ കുഴികൾ മാത്രമേ പാർക്കുവാനുള്ളൂ. And what is that hole? എന്താണ് ആ കുഴിക്കകത്തുള്ളത്? What is that hole? എന്താണ് ആ കുഴികൾ? That is our Jesus Christ. നമ്മുടെ യേശുക്രിസ്തുവാണ് ആ കുഴി. The fox is having a hole. കുറുനരികൾക്ക് ആ കുഴിയുണ്ട്. That is, we have a Jesus Christ. നമുക്കൊരു യേശുക്രിസ്തുവുണ്ട്. He is the Lord who dedicated himself, who came down from the glorious
heaven down into the world for you and for me. തന്നെ താൻ അർപ്പണം ചെയ്ത സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ എനിക്കായും നിനക്കായും ഇറങ്ങി വന്ന കർത്താവ് അവനാണ്. And he is that hole. അവനാണ് ആ കുഴി. The fox has chosen only that hole. കുറുനരികൾ ഈ കുഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. What we read in Isaiah 51 chapter verse 1. യെശയ്യാപ്രവചനം 51 അധ്യായം 1 വാക്യത്തിൽ എന്ത് വായിക്കുന്നു? There is a hole that we have to look into. ആകയാൽ നമ്മൾ നോക്കേണ്ടതായ ഒരു കനി ഗർഭമുണ്ട്, അഥവാ ഒരു കുഴിയുണ്ട്. And that's what we read in that place. ഇതവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ, എന്റെ വാക്കു കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. Hearken to me, ye that follow after righteousness, ye that seek the Lord. Look unto the rock whence ye are hewn, and to the hole of the pit whence ye are digged. There is a hole and there is a pit. Look unto that God. ആകയാൽ ഒരു കുഴിയുണ്ട്, ഒരു ഖനിഗർഭമുണ്ട്. നിങ്ങൾ ആ ദൈവത്തിങ്കിലേക്ക് നോക്കുവിൻ. That is our God, our Jesus Christ. He came into the world. ആകയാൽ അത് നമ്മുടെ ദൈവമാണ്. ഈ ലോകത്തിൽ നമുക്കായി വന്ന കർത്താവ് യേശുവാണ്. That's why we have looked towards Christ. അതുകൊണ്ട് തന്നെ നാം ക്രിസ്തുവിങ്കിലേക്ക് നോക്കണം. We have no other source in the world. We have no other alternative in the world, but we have only God. നമുക്ക് ഈ ലോകത്തിൽ മറ്റ് അഭയസ്ഥാനങ്ങളില്ല, പകരം വയ്ക്കുവാൻ നമ്മുടെ ദൈവമില്ലാതെ മറ്റൊരാൾ നമുക്കില്ല. But we have a hole, that is Jesus Christ. അയാൾ നമുക്കൊരു കുഴിയുണ്ട്, അത് കർത്താവായ യേശുവാണ്. He was digged for our sake. അവൻ നമുക്കായി കുഴിക്കപ്പെട്ടവനാണ്. And he came and died on the cross for our sake. നമുക്കായി അവൻ ഈ ലോകത്തിലേക്ക് വന്ന ക്രൂശിൽ നമുക്കായി മരിച്ചു. That's why when we look into that Jesus, അയാൾ യേശുവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ we will have a power, we will have a survival. ആകയാൽ നമുക്ക് ശക്തി ലഭിക്കും, നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കും. And the survival existent all because of looking into that hole, that is our Lord Jesus Christ. ആകയാൽ നമ്മുടെ അതിജീവനം അഥവാ നിലനിൽപ്പെന്ന് പറയുന്നത് നമുക്കായി മരിച്ചതായ നമ്മുടെ കുഴിയാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കുന്നതിൽ മാത്രം. And what we read about Joseph, നാം യോശാഫാത്തിനെ കുറിച്ച് എന്താണ് വായിക്കുന്നത്? യോസേഫിനെ കുറിച്ച് എന്ത് വായിക്കുന്നു? Joseph was a man cast into the pit. യോസേഫിനെയും അവർ കുഴിയിലേക്ക് ഇട്ട് കളഞ്ഞു. In Genesis 37 chapter verse 24. ഉൽപ്പത്തി 37:24. Now what happened to that Joseph? He was cast into the pit. യോസേഫിന് എന്താണ് സംഭവിച്ചത്? അവനെ അവർ ആ പൊട്ടക്കുഴിയിലിട്ടു. His own brethren, they never shown any kind of love, partiality or mercy, but cast him into the pit. സ്വന്തം സഹോദരന്മാർ അവനോടൊട്ടും കരുണയോ മനസ്സലിവോ കാണിക്കാതെ, അവനോടൊരു പക്ഷവും കാണിക്കാതെ അവനെ പിടിച്ച കുഴിയിലേക്ക് എറിഞ്ഞു. And like that you must understand, Jesus came into the world in his own, but the own people did not accept him. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. And they have ignored him, despised him, they did not accept him as a Messiah. അവർ അവനെ അവഗണിച്ചു, അവനെ നിന്ദിച്ചു, അവനെ ഒരു മെസ്സിഹായായി അവർ അംഗീകരിച്ചില്ല. And they have really cast him into the pit. അവനെ വാസ്തവത്തിൽ അവർ ഒരു കുഴിയിലേക്ക് എറിഞ്ഞു കളയുകയാണ് ചെയ്തത്. And they have crucified him on the cross. ക്രൂശിൽ അവർ തറച്ചു. And he shed his blood for the redemption of the whole human race. സകല മാനവരാശിയുടെ വീണ്ടെടുപ്പിനായി അവൻ തന്റെ രക്തം മുഴുവനുമായി അവിടെ ചിന്തി. And that's why we are all alive. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നും ജീവനോടിരിക്കുന്നത്. So this pit is the pit where Jesus was cast down, where he was cast down and crucified on the cross. ആകയാൽ ഈ കുഴി എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു നമുക്കായി അറിയപ്പെട്ട, അല്ലെങ്കിൽ നമുക്കായി അവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടതിനെ കാണിക്കുന്നു. Without cross there is no remedy, there is no salvation, there is no rescue from all these evil in the world. ആകയാൽ ഈ ക്രൂശിനെ കൂടാതെ നമുക്ക് ഈ ലോകത്തിലെ ദോഷങ്ങളിൽ നിന്ന് ഒരു വിടുതൽ, അല്ലെങ്കിൽ ഒരു മോചനം, ഒരു പരിഹാരം മറ്റെവിടെയുമില്ല. But this fox has looked into that hole. എന്നാൽ ഇവിടെ കുറുക്കന്മാർ ആ കുഴികളിലേക്കാണ് നോക്കുന്നത്.
it is living inside the hole. അവ ആ കുഴികൾക്കുള്ളിൽ പാർക്കുന്നു. What is that speaks about? ഇത് എന്തിനെ കാണിക്കുന്നു? Apostolic fellowship. അപ്പോസ്തലിക കൂട്ടായ്മ. And what is a great safety in the world is the apostolic fellowship. ആകയാൽ ഈ ലോകത്തിലുള്ള വലിയ സുരക്ഷ എന്നത് അപ്പോസ്തലിക കൂട്ടായ്മയ്ക്കുള്ളിലാണ്. And it is living inside the hole. അത് ആ കുഴിക്കുള്ളിലാണ് പാർക്കുന്നത്. As long as it live in the hole, the predator like bear, that and even some wolf or mountain lion, it will want to devour, kill it and destroy it, but it will know why we are able to do that. ഈ കുഴിയിൽ കുറുക്കന്മാർ പാർക്കുന്നിടത്തോളം വേട്ടക്കാരായ മൃഗങ്ങൾക്ക് അതിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. കരടികളും അതുപോലെ മറ്റുവിധമായ ചെന്നായ്ക്കളോ അല്ലെങ്കിൽ ആ പർവ്വതങ്ങളിലുള്ളതായ സിംഹങ്ങളോ ഈ കുറുക്കന്മാരെ വേട്ടയാടുവാൻ നോക്കുന്നുവെങ്കിൽ തന്നെയും അവ കുഴികളിൽ പാർക്കുന്നിടത്തോളം ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. Because they are thinking how to catch it and devour it and kill it. ആകയാൽ തന്നെ അവയെ തന്നെ പിടികൂടുവാനും കൊന്നു കളയുവാനും അവ പതിയിരുന്ന് കാത്തിരിക്കുന്നു. Even the young foxes will be devoured by the eagle. Eagle will come specifically and carry the very young one of the fox. ചെറു കുറുക്കന്മാരെ അല്ലെങ്കിൽ കുറുക്കന്മാരുടെ കുട്ടികളെ വിഴുങ്ങുവാനായിട്ട് അല്ലെങ്കിൽ പിടികൂടുവാനായിട്ട് കഴുകന്മാരും കാത്തിരിക്കുന്നുണ്ട്. അവയെ കാണുമ്പോൾ ഈ കഴുകന്മാർ വന്ന് പറന്ന് റാഞ്ചി കൊണ്ടുപോയി അവയെ കൊല്ലുവാനിടയുണ്ട്. That's why it go and hide itself inside the hole. അതുകൊണ്ട് തന്നെയാണ് അവ ചെന്ന് ആ കുഴിക്കുള്ളിൽ കടന്ന് അവിടെ പാർക്കുന്നത്. As long as they hide itself, the predators, the evil animal, no way can kill it or touch it or to carry it or to do any evil for that fox. ആകയാൽ ഈ കുറുക്കന്മാർ ഈ കുഴികളിൽ പാർക്കുന്നിടത്തോളം വേട്ടക്കാരായ മൃഗങ്ങൾക്കോ ദുഷ്ടജന്തുക്കൾക്കോ ഇവയെ പിടികൂടുവാനോ കൊല്ലുവാനോ തിന്നുവാനോ സാധിക്കുകയില്ല. Now, in this evening, I want to tell you, as long as you come into this apostolic fellowship and to this doctrine, only you can survive against all kind of attack of the evil powers in the world. ആകയാൽ ഈ സന്ധ്യാവേളയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ അപ്പോസ്തലിക കൂട്ടായ്മയിൽ വരുമ്പോൾ മാത്രമേ ഈ ലോകത്തിലുള്ളതായ സകല ദുഷ്ടശക്തികളുടെയും ആക്രമണങ്ങളെ അതിജീവിച്ച് നിങ്ങൾക്ക് നിലനിൽക്കുവാൻ സാധിക്കൂ. But wherever you find your source, your way in no way will be protected. ആകയാൽ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ വേറെ എവിടെയെങ്കിലുമാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു സുരക്ഷ അല്ലെങ്കിൽ ഒരു സംരക്ഷണം കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. The greatness of these foxes choosing the hole and living inside the hole. ആകയാൽ ഇവിടെ കുറുക്കന്മാരുടെ മഹത്വം എന്ന് പറയുന്നത് അവ ഈ കുഴികളെ തിരഞ്ഞെടുത്ത് അതിനകത്ത് പാർക്കുന്നു എന്നുള്ളതാണ്. And looking unto the Lord Jesus Christ, accepting his death on the cross and confessing the sin and getting the salvation is the great and wonderful work which to be done in any man. ആകയാൽ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ നടക്കേണ്ടതായ ഒരു അത്ഭുതകരമായ അതിശയകരമായ പ്രവൃത്തി എന്തെന്നാൽ അവൻ കർത്താവായ യേശുവിന്റെ കാൽവരി ക്രൂശിലേക്ക് നോക്കണം. അവൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. തന്റെ പാപങ്ങളെല്ലാം തന്നോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആ രക്ഷയെ അവൻ പ്രാപിക്കണം. And also he must be brought into this fellowship, into this doctrine for his protection against all the evil forces whichever that is working day and night. ആകയാൽ രാപകലിനെ പ്രവർത്തിക്കുന്ന സകല തിന്മയുടെ ശക്തികളിൽ നിന്ന് സൂക്ഷിക്കപ്പെടേണ്ടതിന് അതോടൊപ്പം നിങ്ങൾ ഈ അപ്പോസ്തലിക കൂട്ടായ്മയ്ക്കുള്ളിലും വന്നു ചേരേണ്ടത് ആവശ്യം. And here this Samson is choosing 300 foxes. ഇവിടെ ശിംശോൻ തിരഞ്ഞെടുക്കുന്നത് 300 കുറുക്കന്മാരെയാണ്. And what is the purpose of choosing the 300? ഈ 300 കുറുക്കന്മാരെ അവൻ എടുത്തതിന്റെ ഉദ്ദേശമെന്ത്? The 300 the Bible speaks as a chosen people. ഈ 300 എന്ന സംഖ്യ ബൈബിളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ കാണിക്കുന്നു. In Judges 7 chapter verse 7, ന്യായാധിപന്മാർ 7-ാം അധ്യായം 7-ാം വാക്യം, what we read in the 7th chapter verse 7, 7-ന്റെ നമ്മൾ എന്താണ് കാണുന്നത്? yeah, it speaks about the chosen people, the 300 people. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടതായ 300 ആളുകളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. And there were 22,000 to 10,000, but God did not choose all those 22,000 or 10,000. അവിടെ ധാരാളം ആളുകൾ 32,000 22,000 പിന്നെ 10,000 ആളുകളൊക്കെ തിരഞ്ഞു വന്നുവെങ്കിലും അവരെ ആരെയും കർത്താവ് തിരഞ്ഞെടുത്തില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. But he is choosing the 300. ദൈവം തിരഞ്ഞെടുത്തത് വെറും 300 പേരെ മാത്രം. Read that to him. വായിക്കുക. യഹോവ ഗിദെയോനോട്
നക്കിക്കുടിച്ച് 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. And the Lord said unto Gideon, by the 300 men that lapped will I save you, and deliver the Midianites into thine hand, and let all the other people go every man unto his place. So here it say the 300 who take the hand and who take the water in their hand and lick it to the mouth. നമ്മളിവിടെ കാണുന്നുണ്ട്, ഇവിടെ ആ 300 പേർ അവർ വെള്ളം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് വായോട് ചേർത്ത് അവർ അതിനെ നക്കി കുടിച്ചു. What is that? The hand. എന്താണ് ഈ കൈക്കുമ്പിളിനെ കാണിക്കുന്നത്? The hand speaks about our heart. ആ കൈക്കുമ്പിൾ എന്ന് പറഞ്ഞ നമ്മുടെ ഹൃദയത്തെ കാണിക്കുന്നു. What is bringing to the mouth? വായോട് അടുപ്പിക്കുക എന്നത് It speaks about confessing Jesus in our mouth. യേശുവിനെ നമ്മുടെ വായ് കൊണ്ട് ഏറ്റുപറയുന്നതിനെ കാണിക്കുന്നു. In Romans chapter 10 verse 9, റോമാലേഖനം 10:9, in the heart we have to believe, നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. and also we must confess that Jesus Christ is the Lord. യേശുവിനെ കർത്താവെന്ന് നമ്മുടെ വായ് കൊണ്ട് നമ്മൾ ഏറ്റുപറയുകയും വേണം. And that's what we read in the Romans 10 chapter verse 9. റോമാലേഖനം 10:9 നമുക്കത് വായിക്കാൻ സാധിക്കുന്നു. Read that. വായിക്കാം. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. That if thou shalt confess with thy mouth the Lord Jesus, and shalt believe in thine heart that God hath raised him from the dead, thou shalt be saved. See, he had to confess Jesus died and he was a resurrected God. കർത്താവായ യേശു മരിച്ചവനെന്നും അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവമെന്നും നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ചേറ്റ് പറയണം. And you have to confess it by your mouth and believe it in your heart. ഹൃദയത്തിൽ അത് വിശ്വസിച്ചിട്ട് വായ് കൊണ്ട് നമ്മൾ അത് ഏറ്റുപറയുകയും വേണം. And that is called the chosen people. അതാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന് വിളിക്കപ്പെടുന്നവർ. They were only those 300. അവർ വെറും 300 പേർ മാത്രം. Like that, this Samson, our God, our Jesus Christ, is choosing the 300 number. ആകയാൽ ഇവിടെ ശിംശോനെ പോലെ നമ്മുടെ കർത്താവായ 300 എന്ന സംഖ്യ അത് തിരഞ്ഞെടുക്കുന്നു. And from you only, he want to do great destruction against the Philistine. നിന്നെ ഉപയോഗിച്ചാണ് ഫിലിസ്തീന്മാരുടെ ഇടയിൽ ഒരു വലിയ വിനാശം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. You are a chosen man. നീ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. And nobody will like you personally. വ്യക്തിപരമായി നിന്നോട് തുല്യനായവൻ മറ്റാരുമില്ല. And nobody will like you alive, but God has chosen you. നിന്നെ പോലെ മറ്റൊരാളില്ലാത്തതുകൊണ്ട് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. All the people, whoever around you, they will neglect you. ആകെ നിന്നോട് ചുറ്റിലുമുള്ളവരെല്ലാം നിന്നെ അവഗണിച്ചേക്കാം. But this God is choosing you. എന്നാൽ ഈ ദൈവമോ നിന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. And he is having a great plan about you. നിന്നെ കുറിച്ച് ആ ദൈവത്തിന് വലിയ പദ്ധതികളുമുണ്ട്. And that plan you want to execute in your life. നിന്റെ ജീവിതത്തിൽ ആ പദ്ധതിയെ പ്രാവർത്തികമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. You are a chosen man. നീ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. Don't think you are accidentally come into this fellowship. ഈ കൂട്ടായ്മയിൽ വന്നത് ആകസ്മികമായിട്ടല്ല. Don't think that you have come accidentally into this pandal for the convention. ഈ കൺവെൻഷനിൽ ഈ പന്തലിനുള്ളിൽ നീ വന്നത് യാദൃച്ഛികമാണെന്ന് നീ കരുതുകയും വേണ്ട. But God has chosen you like a 300. എന്നാൽ ഈ 300 പേരെ പോലെ ദൈവം നിന്നെ തിരഞ്ഞെടുത്തു. In Haggai, the 2nd chapter, verse 23. ഹഗ്ഗായി 2-ാം അധ്യായം 23-ാം വാക്യം. What did he say to Zerubbabel? അവിടെ സെരുബാബേലിനെ കുറിച്ച് എന്താണ് പറയുന്നത്? I have chosen you. That's what God says. അവിടെ ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. I have chosen you. Nobody has done that, but I have done that. ഇത് ചെയ്തത് മറ്റാരുമില്ല, ഞാൻ തന്നെയാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. Read that. വായിക്കാം. സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്റെ ദാസനായി ശെയൽതീയേലിന്റെ മകനായ സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. In that day, saith the Lord of hosts, will I take thee, O Zerubbabel, my servant, the son of Shealtiel, saith the Lord, and will make thee as a signet, for I have chosen thee, saith the Lord of hosts. So Zerubbabel is the only man who can build the temple. He's the right man.
God is only choosing him like that. You are the right person in the world to build your life, your temple of God, and God is choosing you like a 300. ആകയാൽ ഇവിടെ സെരുബാബേൽ എന്ന വ്യക്തിയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളതായ വ്യക്തി. അവനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. അവനെ കൊണ്ടാണ് ദൈവം ആലയം പണിക്കുന്നത്. അതുകൊണ്ട് ഈ 300 പേരെ പോലെ കർത്താവ് നിന്നെ തന്റെ വിശുദ്ധ മന്ദിരമായി നിന്നെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. What God saying to the disciples, ശിഷ്യന്മാരോട് എന്താണ് ദൈവം പറയുന്നത്? you are not chosen me, but I have chosen you. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. In John the Gospel 15 chapter verse 16 we read about. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം. And what is the purpose? എന്തുദ്ദേശത്തോടു കൂടെയാണ്? You have to bring forth the fruits. നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിന്. Read that. വായിക്കാം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. Ye have not chosen me, but I have chosen you and ordained you that ye should go and bring forth fruit, and that your fruit should remain. Because God knows you are the only man able to bring forth the fruits. That's why he is choosing you. ഫലം കായ്ക്കുവാൻ പറ്റിയതായ വ്യക്തി നീയാണ്. ദൈവം അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തത്. You have not chosen me, നീ എന്നെ തിരഞ്ഞെടുത്തതല്ല, but I have come forward voluntarily. I have chosen you. ഞാൻ സ്വമേധയാ മുൻപോട്ട് വന്ന ഞാൻ നിന്നെ മനസ്സോടെ തിരഞ്ഞെടുത്തിരിക്കുന്നു. So like that, God is choosing you for this wonderful task. ആകയാൽ അതുപോലെ ദൈവം ഈ അതിശയകരമായ ദൗത്യം നിർവഹിക്കേണ്ടതിന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. Because the fire you have to carry on. എന്തുകൊണ്ടെന്നാൽ നീ തീ ചുമന്നു കൊണ്ടുപോകേണ്ടവനാ. You have to carry the fire and destroy the Philistine and all his agriculture. ആകയാൽ ഈ തീയും നീ എടുത്തുകൊണ്ടുപോയി ഫെലിസ്ത്യരുടെ എല്ലാവിധമായ വിളകളെ കൃഷിയെ നശിപ്പിക്കേണ്ടവനാ. Because you are a fox, like choosing the hole, God is choosing you. ആകയാൽ കുഴിയെ തിരഞ്ഞെടുത്തതായ കുറുക്കനെ പോലെ നീ ആയതുകൊണ്ട് ദൈവം നിന്നെ തിരഞ്ഞെടുത്തു. And you have chosen Jesus who died on the cross and who shed blood for you. കാൽവരി ക്രൂശിൽ നിനക്കായി മരിച്ച നിനക്കായി തന്റെ മുഴു രക്തം ചിന്തിയ യേശുവിനെ നീ തിരഞ്ഞെടുത്തുവല്ലോ. And also you have chosen that pit, the apostolic fellowship, for your protection. നിന്റെ സുരക്ഷയ്ക്കായിട്ട് നീ ആ കുഴി അഥവാ അപ്പോസ്തലിക കൂട്ടായ്മയെ തിരഞ്ഞെടുത്തിരിക്കുന്നുവല്ലോ. That's why you are a 300, the chosen people. അതുകൊണ്ട് തന്നെ ആ 300 പേരെ പോലെ നീ ഒരു തിരഞ്ഞെടുക്കപ്പെട്ടതായ വ്യക്തിയായി, ആ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലായി. Because of that blood of Jesus, as you have chosen, you understood and confessed your sin, you are going to have eternal life. ആകയാൽ കർത്താവായ യേശുവിന്റെ രക്തത്തിൽ വിശ്വസിച്ച നിന്റെ പാപങ്ങൾ നീ ഏറ്റുപറഞ്ഞപേക്ഷിച്ചത് കൊണ്ട് നിനക്ക് നിത്യജീവൻ ഉണ്ടാകും. In John the Gospel chapter 6 verse 54, യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 54-ാം വാക്യം. what is the greatness of this blood? ഈ രക്തത്തിന്റെ മഹാത്മ്യം എന്താ? And that will make you to get the eternal life. അത് നിനക്ക് ആ നിത്യജീവനിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കി തരും. Whoever drink the blood of Jesus, they will have eternal life. യേശുക്രിസ്തുവിന്റെ രക്തം കുടിക്കുന്നവന് ആ നിത്യജീവനുണ്ട്. The people who ever undertake the communion, they will have eternal life. കർത്തൃമേശയിൽ പങ്കെടുക്കുന്നവർക്ക് ആ നിത്യജീവനുണ്ട്. Because the blood of Jesus is having such a great significance. എന്തുകൊണ്ടെന്നാൽ യേശുവിന്റെ രക്തത്തിന് അത്രത്തോളം വലിയ പ്രാധാന്യമുണ്ട്. You are a chosen people. ആകയാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഒരു ജനം. In this evening I want to tell that plan of God is so great about you. ഈ സന്ധ്യാവേളയിൽ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ആ പദ്ധതി അത്രത്തോളം മഹത്തരമാണ്. And what is the greatness of this fox? ഈ കുറുക്കന്മാരുടെ മറ്റൊരു പ്രാധാന്യം എന്താ? Is having a tail. അതിനൊരു വാലുണ്ട്. The tail is the important thing for this Samson. ശിംശോന് ഈ വാലുകൾ വലിയ പ്രാധാന്യമുള്ളതായിരുന്നു. He had not chosen the face or body or leg or anything. ആ കുറുക്കന്മാരുടെ മുഖമോ ശരീരഭാഗങ്ങളോ കാലോ ഒന്നുമല്ല ശിംശോന് വേണ്ടിയിരുന്നത്. He needed only the tail of that fox. ആ കുറുക്കന്മാരുടെ വാലുകളാണ് അവന് വേണ്ടിയിരുന്നത്. In this evening I want to tell what is that tail. ഈ വാലിനെ കാണിക്കുന്നെന്ന് ഈ സന്ധ്യാവേളയിൽ പറയട്ടെ. And that tail is nothing but doing the will of God. വാൽ എന്ന് പറയുമ്പോൾ അത് മറ്റൊന്നുമില്ല, ദൈവ ഇഷ്ടം ചെയ്യുന്നതിനെ കാണിക്കുന്നു. And that speaks about
the people who are under the apostles, obedient, accepting all their instruction. അപ്പോസ്തലന്മാരുടെ കീഴിലിരുന്നു കൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച അപ്പോസ്തലന്മാരെ പൂർണ്ണമായി അനുസരിക്കുന്ന ജനങ്ങളെ അത് കാണിക്കുന്നു. And they are called as a tail. അവരാണ് വാൽ എന്ന് വിളിക്കപ്പെടുന്നത്. The tail plays a very important role in this place. ആകയാൽ ഇവിടെ വാലിന് ഒരു വലിയ കാര്യം നിർവഹിക്കുവാനുണ്ട്. And that tail only going to carry the fire. വാലുകളാണ് ഈ തീയെ വഹിച്ചു കൊണ്ടുപോകുന്നത്. And what did he say about the tail? വാലിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? In Exodus 4th chapter verse 4. ഇവിടെ പുറപ്പാട് പുസ്തകം 4th chapter verse 4, what we read. 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? Yeah, this Moses is having a rod. അവിടെ മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ട്. But now he want to do some kind of sign before the Pharaoh. ഫറവോന്റെ മുൻപിൽ അവൻ ചില അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ടായിരുന്നു. And that's why he cast that rod before him. ആകയാൽ അവന്റെ മുമ്പാകെ അവൻ ആ വടിയെ എറിഞ്ഞു. And after that, and it was a snake. അപ്പോൾ അതൊരു സർപ്പമായി തീർന്നു. When it became a serpent, and everybody, even Pharaoh, was blinking about that. It's a rod, but now it is a snake or serpent. അത് ഒരു വടിയായിരുന്നുവെങ്കിലും ഇട്ടപ്പോൾ ഒരു സർപ്പമായി തീർന്നതുകൊണ്ട് ഫറവോനും മറ്റുള്ളവരെല്ലാം അതിനെ കണ്ട് മിടിച്ചു നോക്കി നിൽക്കുകയാണ്. But what he did to that serpent, എന്നാൽ ആ സർപ്പത്തോട് ഇവൻ എന്താണ് ചെയ്തത്? he caught hold of the tail. അവൻ അതിന്റെ വാലിൽ പിടിച്ചു. When he caught of the tail, no longer it is a snake. വാലിൽ കയറി പിടിച്ചപ്പോൾ അത് പിന്നീട് ഒരു സർപ്പമായിരുന്നില്ല. It became a rod. അത് വീണ്ടും ഒരു വടിയായി മാറി. So that is a significance. This Samson is choosing the tail. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാണ് ശിംശോൻ ഈ വാല് തിരഞ്ഞെടുക്കുന്നത്. And why he is choosing that? അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? And because this is the tail which is going to ignite all the agriculture of the Philistine. ഫിലിസ്തീൻമാരുടെ എല്ലാ കൃഷിയിടങ്ങളിലും ചെന്ന് അവിടെ തീ പടർത്തുവാൻ പോകുന്നത് ഈ വാലുകളാണ്. This rod is Aaron's rod, which is budded. എന്നാൽ നമ്മൾ മറ്റൊരു ഭാഗത്താണ് അഹരോന്റെ വടി, അത് തളിർത്തു. This rod is the rod of Aaron. ഈ വടി അഹരോന്റെ വടിയാണ്. And this is something budded and blossomed. അത് തളിർത്തു, അത് പൂത്തു. Like that, you are a special people in the world, and you are like a Aaron's rod budded. നിങ്ങൾ ഈ ലോകത്തിൽ സവിശേഷതയുള്ളതായ ജനമാണ്. അഹരോന്റെ വടി തളിർത്ത പൂത്തതുപോലെയുള്ളവരാണ് നിങ്ങൾ. At the same time, you are like a serpent. അതേ വേളയിൽ നിങ്ങൾ സർപ്പത്തിന് തുല്യരുമാണ്. What you read in Matthew 10 chapter verse 19. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ എന്താണ് നമ്മൾ വായിക്കുന്നത്? The New Testament church is like a serpent, wise like a serpent. പുതിയ നിയമസഭയിലുള്ള ആളുകൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം. Because Jesus Christ is the serpent of the brass, as we read in Numbers 21 chapter verse 9. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവനൊരു പിച്ചള സർപ്പമാണ്. And he is the rod, the serpent. He is a serpent of brass. Anyone, whoever dying, when they look into that brass serpent, they will survive. അവനൊരു പിച്ചള സർപ്പമാണ്. ആരെല്ലാം ഈ പിച്ചള സർപ്പത്തെ നോക്കുന്നുവോ അവരെല്ലാം ജീവിച്ചിരിക്കും, അവർ ജീവൻ പ്രാപിക്കും. Like that, this serpent is also in the New Testament, the people who are living for the Lord with the wisdom of Jesus Christ. അതുപോലെ തന്നെ പുതിയ നിയമകാലയളവിൽ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി വളരെ ജ്ഞാനത്തോടെ ജീവിക്കുന്ന ജനത്തെയും ഇത് കാണിക്കുന്നു. What is that wisdom? എന്താണ് ആ ജ്ഞാനം? That wisdom is Jesus Christ. ആ ജ്ഞാനം യേശുക്രിസ്തു തന്നെയാണ്. In Colossians 2nd chapter verse 3. കൊലോസ്യലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം. And that wisdom of this New Testament church is Jesus Christ. പുതിയ നിയമസഭയുടെ ജ്ഞാനം എന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. With that wisdom, they are living for the Lord. ആ ജ്ഞാനത്തോടുകൂടി അവർ കർത്താവിനായിട്ട് ജീവിക്കുന്നു. They are living like a serpent with the wisdom. അവർ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായി ലോകത്തിൽ ജീവിക്കുന്നു. That is why Pharaoh is trembling before him. അതുകൊണ്ട് തന്നെയാണ് അവന്റെ മുമ്പാകെ ഈ ഫറവോൻ ഭയപ്പെട്ട് വിറച്ചത്. That's why the whole Egypt is trembling before. അതുകൊണ്ട് തന്നെ മുഴുവൻ മിസ്രയീമ്യരും അവന്റെ മുൻപാകെ വിറയ്ക്കുന്നു. That's why God says, you take this rod and go and present yourself
himself before Moses, before that Pharaoh. അതുകൊണ്ട് തന്നെയാണ് ദൈവം മോശയോട് പറയുന്നത്, ഈ വടിയുമായി ചെന്ന് നീ ഫറവോന്റെ മുൻപാകെ നിന്നെ തന്നെ കാണിക്കുക. So they are wise like a serpent, and they have a tail which is always obedient to Moses. അവർ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരാണെങ്കിലും ആ വാൽ അതെപ്പോഴും മോശയ്ക്ക് വിധേയപ്പെട്ടിരിക്കുന്നു. What we read about Moses മോശയെ കുറിച്ച് എന്താണ് നമ്മൾ വായിക്കുന്നത്? in Psalm 77 in the 20th verse, 77-ാം സങ്കീർത്തനത്തിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ, Moses is a shepherd guiding the flock of Israel. അവൻ ഇസ്രായേലാകുന്ന ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊണ്ട് നടന്ന ഒരു ഇടയനായിരുന്നു. And he is a shepherd. അവൻ ഒരു ഇടയനായിരുന്നു. Like that, this Moses speaks about the servant of God. ആകയാൽ ഈ മോശെ കർത്താവിന്റെ ശുശ്രൂഷകരെ കാണിക്കുന്നു. And here, that serpent was obedient when it is taken it by tail. മോശെ സർപ്പത്തിന്റെ വാലിൽ പിടിച്ചപ്പോൾ അത് വളരെ അനുസരണത്തോടെ കീഴ്പ്പെട്ടു. Now it became a rod now. അത് വീണ്ടും ഒരു വടിയായി മാറി. So like that, they are obedient. That the tail speaks about the children of God who are obedient to God, even to the apostles. ആകയാൽ വാലെന്ന് പറയുമ്പോൾ അനുസരണത്തെ കാണിക്കുന്നു. പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ ജനം അവർ ദൈവത്തോടും അപ്പോസ്തലന്മാരോടും ശുശ്രൂഷകരോട് അനുസരണമുള്ളവരായിരിക്കുന്നു. In Hebrew 13 chapter verse 17, what we read, എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമുക്ക് എന്താണ് വായിക്കാൻ കഴിയുന്നത്? you have to obey because they are ruling over you. അവർ നിങ്ങളെ നടത്തുന്നവരാകയാൽ നിങ്ങൾ അവരെ അനുസരിക്കേണ്ടത് ആവശ്യം. So you have to obey. You must not protest. You must not speak against. You must never speak behind. നിങ്ങളെ നടത്തുന്നവരോട് എതിർക്കുകയോ നിങ്ങൾ അവരെ കുറിച്ച് ഏഷണി പറയുകയോ നിങ്ങൾ അവരോട് മത്സരിക്കുകയോ ചെയ്യരുത്. Because you are Aaron's rod that is budded, as it said in Numbers 17 chapter verse 8. സംഖ്യാപുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ തളിർത്ത പൂക്കേണ്ടതായ അഹരോന്റെ വടിയെ പോലെയുള്ളവരാണ്. And that you should never forget it. അതാ നിങ്ങൾ ഒരു നാളും മറന്നുകൂടാ. That's why God is choosing the tail. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ദൈവം വാൽ തിരഞ്ഞെടുക്കുന്നത്. He is choosing that Samson choosing the tail of that fox. ആകയാൽ ശിംശോൻ അവിടെ ആ കുറുക്കന്മാരുടെ വാലിനെയാണ് തിരഞ്ഞെടുത്തത്. That means obedient people for God, even for the servant, for the Moses who is guiding and leading them. ആകയാൽ ദൈവജനത്തെ നടത്തിക്കൊണ്ടിരുന്നതായ മോശെ ജനങ്ങൾ അനുസരിച്ചതുപോലെ ദൈവത്തെ നടത്തിപ്പുകാരെ അനുസരിക്കുന്ന ജനം ആവശ്യം. That's why what they are called. അതുകൊണ്ട് തന്നെയാണ് അവരെ വിളിക്കുന്നത്. In Exodus 19 chapter verse 5, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യത്തിൽ, they are called as a peculiar people. In English that word is so wonderful. In Tamil it is Sonda Janangal, but in English peculiar, that means nothing can be compared to that kind of people. ഇംഗ്ലീഷിൽ വളരെ മറ്റുള്ളവരോട് ഉപമിക്കാൻ കഴിയാത്ത പ്രത്യേകതയുള്ള ജനമാണെന്ന് പറയുമ്പോൾ മലയാളത്തിൽ കാണുന്നത് അവർ ഒരു പ്രത്യേക സമ്പത്തായിരിക്കുമെന്നുള്ളതാണ്. He is a peculiar treasure. അവർ ഒരു പ്രത്യേക സമ്പത്താണ്. Read that. വായിക്കാം. നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. Now therefore, if ye will obey my voice indeed and keep my covenant, then ye shall be a peculiar treasure unto me above all people. In Tamil, it's very ordinary, but in Malayalam and English, very beautiful as a peculiar. തമിഴിൽ വളരെ സാധാരണ നിലയിലുള്ള പരിഭാഷയാണെങ്കിലും ഇംഗ്ലീഷിലും മലയാളത്തിലും വളരെ മനോഹരമായിട്ട് ഒരു പ്രത്യേക സമ്പത്ത് എന്നാണ് കാണുന്നത്. So you are a very special, very peculiar, and that's what God counted because we are obedient people. ആകയാൽ അനുസരണമുള്ള ജനമായി നമ്മളെ കർത്താവ് ഒരു വളരെ വിശേഷതയുള്ള പ്രത്യേക സമ്പത്തായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. And that's why he needs such a obedient people to set the fire in between them. ആകയാൽ അവരുടെ ഇടയിൽ തീ പടർത്തേണ്ടതിനായി ഇത്രത്തോളം അനുസരണമുള്ള ജനങ്ങളെ ദൈവം തേടുന്നു. Even today, in this Saturday, in this evening, God wants to send his fire, and God wants to use you as a man for that fire. ആകയാൽ ഈ ശനിയാഴ്ച ഈ സന്ധ്യാവേളയിൽ നമ്മുടെ നടുവിൽ കർത്താവ് ആ തീ അയക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ തീ വഹിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിയായി ദൈവം നിന്നെയും തിരഞ്ഞെടുക്കുന്നു. Because this fire is from the Lord. എന്തുകൊണ്ടെന്നാൽ ഈ തീ വരുന്നത് കർത്താവിൽ നിന്നാണ്. What we read in Isaiah 10 chapter verse 17. യെശയ്യാപ്രവചനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ ഇന്ന് വായിക്കുന്നു. This God is a holy one and he is a flame of fire. അവൻ ഇസ്രായേലിന്റെ പരിശുദ്ധ
ഒരുത്തൻ ഒരു ജ്വാലയായിരിക്കുന്നു. Read that. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. And the light of Israel shall be for a fire, and his Holy One for a flame. So that God is a flame of fire, that the Holy Spirit is flame of fire. It will burn, and it will burn for a longer time. ആകയാൽ ദൈവം ഒരു അഗ്നിജ്വാലയാണ്, പരിശുദ്ധാത്മാവ് ഒരു തീജ്വാലയാണ്. അത് ദീർഘകാലത്തേക്ക് ഇങ്ങനെ ജ്വലിച്ച് കത്തിക്കൊണ്ടേയിരിക്കും. That power is something like a lightning. What we read in Ezekiel chapter 1 verse 13, it say like that. എസ്കേൽ 1:13 ഇങ്ങനെയാണ് കാണുന്നത്. ആ വെളിച്ചം എന്ന് പറയുന്നത് അത് മിന്നൽ പോലെയുള്ള പ്രകാശമാണ്. ആ തീ, that fire is turning like a lightning. ആ തീ ഒരു മിന്നൽ പോലെ മാറുന്നു. Like that, this Holy Spirit is a fire and it is a lightning, and the devil will tremble before it. പരിശുദ്ധാത്മാവ് ഒരു തീയാണ്, അതൊരു മിന്നലാണ്. പിശാച് അതിന്റെ മുൻപിൽ നടുങ്ങി വിറയ്ക്കുന്നു. And God is choosing that fire to be placed in you. ആ തീയെ നിന്റെ ഉള്ളിൽ സ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. And he is choosing the tail of the fox. അവൻ കുറുക്കന്മാരുടെ വാലാണ് തിരഞ്ഞെടുത്തത്. And the obedient people who are obedient to the doctrine, to the truth. ദൈവത്തോടും സത്യത്തോടും ഉപദേശത്തോടും അനുസരണമുള്ള ജനങ്ങളെ ദൈവം തിരഞ്ഞെടുക്കുന്നു. The people who are obedient to the servant of God. കർത്താവിന്റെ ശുശ്രൂഷകർക്ക് വിധേയപ്പെട്ടിരിക്കുന്നതായ ജനം. And also God, in them only he put that fire. അവരുടെ ഉള്ളിലാണ് ദൈവം ആ തീയെ സ്ഥാപിക്കുന്നത്. In Judges 7 chapter verse 16, ന്യായാധിപന്മാർ 7:16 വാക്യം. and there is a war against the Midianites. അവിടെ മിദ്യാന്യർക്കെതിരായ ഒരു യുദ്ധമുണ്ടായി. But what it is prepared, അവിടെ എന്താണ് അവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നത്? the only pitcher, and inside there is a torch found inside that earthen vessel pitcher. അവിടെ മൺകുടങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ ഉള്ളിൽ തീപ്പന്തങ്ങൾ ഉണ്ടായിരുന്നു. So it is only a pitcher, it's only a earthen vessel, but there the fire, that is a torch, is placed inside. അത് ഒരു കലമാണ്, വെറും മൺകുടം മാത്രമായിരിക്കാം, എന്നാൽ അതിന്റെ ഉള്ളിൽ ഒരു തീപ്പന്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. You are and I is a earthen vessel before the Lord. കർത്താവിന്റെ മുൻപാകെ നിങ്ങളും ഞാനും വെറും മൺപാത്രങ്ങൾ മാത്രം. In 2 Corinthians 4th chapter verse 7, 2 കൊരിന്ത്യർ 4:7 വാക്യം. what it is said about your heart, നിങ്ങളുടെ ഹൃദയത്തെ കുറിച്ച് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? as a earthen vessel, മൺപാത്രം മാത്രമാണ്. and you are carrying that excellent power, and you have kept it like a treasure in you. എന്നാൽ ദൈവത്തിന്റെ അത്യന്തമായ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഒരു നിക്ഷേപമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. Read that. വായിക്കാം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. But we have this treasure in earthen vessels, that the excellency of the power may be of God and not of us. So it is the excellency of power. It is not ordinary power. That is the anointing of the Holy Spirit. That is something kept like a treasure in your heart. ആകയാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നത് അത് സാധാരണ ശക്തിയല്ല, അത് അത്യന്ത ശക്തിയാണ്. അത് മൺപാത്രമാകുന്ന നിങ്ങളുടെ ഉള്ളിൽ ഒരു നിക്ഷേപമായി സ്ഥാപിച്ചിരിക്കുന്നു. Right now in this hour, you want to burn away all the material, all the agriculture produce of the Philistines. ആകയാൽ ഇപ്പോൾ ഈ നാടുകളിൽ തന്നെ ഫെലിസ്ത്യരുടെ എല്ലാവിധമായ വിളകളെ, അവരുടെ എല്ലാ നിങ്ങൾ നശിപ്പിച്ച ദഹിപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. That's why he is choosing the tail of the fox and he putting the firebrand in between. ആകയാൽ കുറുക്കന്മാരുടെ വാൽ തിരഞ്ഞെടുത്തിട്ട ഈ തീപ്പന്തങ്ങളെ അതിന്റെ വാലിന് നടുവിൽ അവൻ വയ്ക്കുന്നു. God is having a fire, he is a flame of fire, and he is placing that flame in you. ദൈവം ഒരു തീജ്വാലയാണ്, അവന്റെ പക്കൽ തീയുണ്ട്, അവൻ ആ തീജ്വാല നിന്റെ ഉള്ളിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. And you have to destroy what it is necessary in this evening. ആകയാൽ
ഈ സന്ധ്യാവേളയിൽ അത്യാവശ്യമായതെന്ന് നീ അതിനെയെല്ലാം നശിപ്പിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. In Judges 15 chapter verse 5, ന്യായാധിപന്മാർ 15-ൽ what we read in the Judges 15 chapter verse 5, ന്യായാധിപന്മാർ 15-5 എന്ത് കാണുന്നു? read that. വായിക്കാം. പന്തത്തിന് തീ കൊളുത്തി ഫെലിസ്ത്യരുടെ വിളവിലേക്ക് വിട്ടു, കറ്റയും വിളവും ഒലിവ് തോട്ടങ്ങളും എല്ലാം ചുട്ടുകളഞ്ഞു. And when he had set the brands on fire, he let them go into the standing corn of the Philistines and burned up both the shocks and also the standing corn with the vineyards and olives. See that the agriculture of Palestine standing gigantically, and that should be burned down. അവരുടെ ഫെലിസ്ത്യരുടെ വിളവുകളെ നോക്കാം. രാക്ഷസ തുല്യമായി നിവർന്നു നിൽക്കുന്ന ഈ വിളകളെല്ലാം അവൻ തീവെച്ച് ചുട്ടുകളഞ്ഞ് നശിപ്പിച്ചു. Right now God is placing that excellency of spirit in your earthen vessel. You have to burn down all those powers. മൺപാത്രമാകുന്ന നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ദൈവം നിങ്ങളുടെ ഉള്ളിൽ സ്ഥാപിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഈ വിധമായ വിളകളെല്ലാം കത്തിച്ച് ചാമ്പലാക്കേണ്ടതുണ്ട്. What it is said primarily, what it is burning. എവിടെ കത്തിക്കുന്നതിനെ കുറിച്ച് പ്രാഥമികമായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? The first one is the shock, the kadir cut. അവിടെ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് അവരുടെ ആ കറ്റകളെല്ലാം അത് ദഹിപ്പിച്ചു. Now that is the first problem which is for a child of God. ഒരു ദൈവ പൈതലിന്റെ മുൻപിലുള്ള ഒന്നാമത്തെ പ്രശ്നം അതാണ്. That is the problem of Samson. അതായിരുന്നു ശിംശോന്റെ മുൻപിലെ ഒന്നാമത്തെ പ്രശ്നം. What is that? എന്താണത്? That is the power of sin. അത് പാപത്തിന്റെ ശക്തി. What it is said about the shock. എന്താണ് അടുത്തതായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? It is kadir cut. Cut, that means is having a binding. അത് കറ്റ, അത് കെട്ടി വെച്ചിരിക്കുന്നതായ ഒരു കെട്ടാകുന്നു. In Acts Apostle 8 chapter, അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം in the 22nd verse, 22-ാം വാക്യം, what he says, you have the bond of iniquity. അവിടെ കാണുന്നുണ്ട് അതിക്രമത്തിന്റെ നുകമെന്ന് നമുക്ക് കാണാൻ കഴിയും. You have a bond, you have a binding of that iniquity. ആ അതിക്രമത്തിൻ്റെതായ ബന്ധനങ്ങൾ നിങ്ങളുടെ മേലുണ്ട്. You are a Simon. You want to buy the gift of the Holy Spirit by money. ആകയാൽ അവിടെ ശിവനെ കുറിച്ചാണ് പറയുന്നത്. നീ ദൈവത്തിന്റെ ദാനമാകുന്ന പരിശുദ്ധാത്മാവിനെ പണം കൊണ്ട് വാങ്ങാമെന്ന് ചിന്തിച്ചു. You have a iniquity of sin in you. ആകയാൽ നിന്റെ ജീവിതത്തിൽ പാപത്തിന്റെ അതിക്രമം കണ്ടെത്തിയിരിക്കുന്നു. Read that. വായിക്കാം. നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. For I perceive that thou art in the gall of bitterness and in the bond of iniquity. You are in the band of iniquity. നീ അനീതിയുടെ ബന്ധനത്തിലായിരിക്കുന്നു. So here this shock speaks about the binding power of sin. ആകയാൽ ഇവിടെ കറ്റ എന്ന് പറയുന്നത് പാപത്തിന്റെ ബന്ധിക്കുന്ന ശക്തിയെ കാണിക്കുന്നു. What Job in the 14th chapter, Job 14th chapter verse 17. യോബ് 14-ാം അധ്യായം 7-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? All my transgressions should be bound. അവന്റെ അതിക്രമങ്ങളെ സ്വന്തം കൈയാൽ പിണച്ചിരിക്കുന്നു. So it is said as a bonds which have been bound. അത് ഇങ്ങനെ പിണച്ച കെട്ടിവെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. So this is the power of sin. First of all, your anointing, your fire must burn all this power of sin in those world. ആകയാൽ ഒന്നാമത് പാപത്തിന്റെ ശക്തി. ആകയാൽ നിന്നുള്ള അഭിഷേകം, നിന്നിലുള്ളതായ ദൈവത്തിന്റെ അഗ്നിയാൽ ലോകത്തിലുള്ള പാപത്തിന്റെ ശക്തിയെ നീ ഒന്നാമത് ദഹിപ്പിക്കണം. If you don't burn it, it will lie at your doorstep. നീ അതിനെ ദഹിപ്പിച്ചില്ല എങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. It will be waiting when you will open the door so that it may enter in. അതവിടെ പതിയിരിക്കുന്നു. നീ വാതിൽ തുറന്നു കൊടുക്കുന്ന മാത്രയിൽ അത് ഉള്ളിലേക്ക് കടന്നു വരും. In Genesis 40 chapter verse 7 it is said. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു? So the sin must be completely eradicated from your heart and mind. ആകയാൽ പാപം നിന്റെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഉന്മൂലനാശം ചെയ്യപ്പെടണം. It should be burned by the anointing of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ അത് കത്തിച്ച് ചാമ്പലാക്കപ്പെടണം. It should never be allowed, no mercy, no compassion, nothing, leniency is shown for that. അതിനോട് നീ ഒട്ടും കരുണയോ മനസ്സലിവോ പക്ഷമോ കാണിക്കാൻ പാടില്ല. Because it is a lie at your doorstep. എന്നാൽ അത് നിന്റെ പടിവാതിൽക്കൽ കിടക്കുന്നു. Read that. വായിക്കാം. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു,
നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. And if thou dost not well, sin lieth at the door, and unto thee shall be his desire, and thou shalt rule over him. So here it say, the sin will lie at you if you never have a mind to do good. ആകയാൽ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നത് കൊണ്ട് നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദമുണ്ടാകും. Because this sin will never allow you to do good for the Lord. എന്തുകൊണ്ടെന്നാൽ ഈ പാപം ഒരിക്കലും നിന്നെ ദൈവത്തിനായി നന്മ ചെയ്യുവാൻ അനുവദിക്കുകയില്ല. It will make you a black sheep, a people to be hated. ആകയാൽ നീ ഒരു വെറുക്കപ്പെട്ടതായ വ്യക്തിയായി അല്ലെങ്കിൽ തള്ളപ്പെട്ടതായ ഒരു വ്യക്തിയായി അത് നിന്നെ മാറ്റും. This is the binding, that is the shock that you must understand in this evening. ആകയാൽ ഈ സന്ധ്യാവേളയിൽ നീ മനസ്സിലാക്കേണ്ടത് ആ കറ്റയുടെ കെട്ട് എന്ന് പറയുന്നത് ഇതാണ്. And what this sin will do, ഈ പാപം ചെയ്യുന്നതെന്ത്? this sin will follow you and find you and betray you. ആ പാപം നിന്നെ പിന്തുടരും, അത് നിന്നെ കണ്ടെത്തും, അത് നിന്നെ ചതിക്കും. In Numbers 32nd chapter verse 33, സംഖ്യ 32:33 in the 23 what we read, 23-ാം വാക്യത്തിൽ എന്ത് വായിക്കുന്നു? the sin will find you. പാപം നിന്നെ കണ്ടെത്തും. It will betray you and it will show what kind of man. It will show you to the world, to anyone. അത് നിന്നെ ചതിച്ചിട്ട് ലോകത്തിൽ നീ എപ്രകാരമുള്ളവനെന്ന് അത് ലോകത്തിന്റെ മുമ്പാകെ നിന്നെ ഒരു പരസ്യകൊലമാക്കി തീർക്കും. Read that thing. വായിക്കാം. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ നിങ്ങൾ യഹോവയുടെ പാപം ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. But if ye will not do so, behold, ye have sinned against the Lord, and be sure your sin will find you out. And the sin will find you. In English it is say, ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. it will betray you, it will show you out, it will expose you what you are to the world. അത് നിങ്ങൾ എങ്ങനെയുള്ളവനാണെന്ന് ലോകത്തിന് മുൻപാകെ നിങ്ങളെ വെളിപ്പെടുത്തും, അല്ലെങ്കിൽ തുറന്നു കാണിക്കും. And that's why this bond of this shock, it should be burned by the anointing of the Holy Spirit. ആകയാൽ ഈ കറ്റയുടെ കെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ എത്തിയാൽ അത് കത്തിക്കപ്പെടണം. And how much you give room for the Holy Spirit, നിങ്ങൾ എത്രത്തോളമാണ് പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുന്നത്? you will do good like Abel. അങ്ങനെയെങ്കിൽ നിങ്ങൾ ബാല്യം പോലെ നന്മ ചെയ്യുന്നവരായി തീരും. If you are doing good thing like Abel, you will always be honored. നിങ്ങൾ ഹാബേലിനെ പോലെ നന്മ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും മാനിക്കപ്പെടും. You will be having testimony from the Lord that you are a righteous man. നിങ്ങൾ ഒരു നീതിമാനായ വ്യക്തി എന്ന ഹാബേലിനെ പോലെ ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കും. And that's why in this evening you never allow the power of sin rule in your personal life. ആകയാൽ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ പാപം ഇനി ഒരിക്കലും, നിങ്ങൾ പാപത്തിന്റെ ശക്തി നിങ്ങളെ വാഴുവാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. By the anointing of the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ the Spirit, the Holy Spirit that is kept in your earthen vessel, മൺപാത്രമാകുന്ന നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. that is kept like a treasure in your earthen vessel. മൺപാത്രമാകുന്ന നിങ്ങളുടെ ഉള്ളിൽ ഒരു നിക്ഷേപമായി അത് വയ്ക്കപ്പെട്ടിരിക്കുന്നു. It may be ignoble in the sight of man, ഒരുപക്ഷേ മനുഷ്യന്റെ മുൻപാകെ അത് അവഗണിക്കപ്പെടുന്നതായിരിക്കാം. but God is having a great value over him. എന്നാൽ ദൈവം അതിന് വലിയ മൂല്യം കൽപ്പിക്കുന്നു. When you have the power of the anointing of the Holy Spirit, you will chase your enemy. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ ഓടിക്കും. And even all the controversial opposing power that's there will flee. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതിലോമമായ നിങ്ങളോട് പോരാടുന്ന ശക്തികൾ പോലും അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും. And for that the anointing is so necessary. അതിനുവേണ്ടി അഭിഷേകം അത്യന്താപേക്ഷിതം. But you must have the anointing so that you may have your spiritual sheep, the arikatu, that must stand erect like Joseph. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആ കറ്റ, നിങ്ങളുടെ ആത്മീക ജീവിതം അത് യോസേഫിന്റെ കറ്റ പോലെ നിവർന്നു നിൽക്കുന്നത്. And Genesis 37 chapter verse 7, ഉൽപ്പത്തി പുസ്തകം 37 and we read about the Philistine shock being burned down. ഫെലിസ്ത്യരുടെ എല്ലാ കതിർക്കറ്റുകളും അത് കത്തിക്കപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നത് പോലെ. But what we read about Joseph, that sheep is doing, യോസേഫിന്റെ കറ്റ എന്താണ് ഇവിടെ ചെയ്യുന്നത്? it is standing upright അത് നിവർന്നു നിൽക്കുന്നു. because of the anointing of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ. That is fire from
Zion. അത് സിയോനിൽ നിന്നുള്ള തീയാകയാൽ The God is a flame of fire. ദൈവം ഒരു ജ്വാലയായിരിക്കുന്നു. And He is kindling the fire in you. അവൻ നിന്റെ ഉള്ളിൽ ആ തീയെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. Then you will be like a sheep standing upright. നിവർന്നു നിൽക്കുന്ന ഒരു കറ്റ പോലെ നീ ആയിത്തീരേണ്ടതിനാ. You will become a sheep standing upright. നിവർന്നു നിൽക്കുന്ന ഒരു കറ്റ പോലെ നീ ആയിത്തീരും. You will be a spiritual sheep standing upright. ആത്മീയമായി നിവർന്നു നിൽക്കുന്ന ഒരു കറ്റ പോലെ നീ ആയിത്തീരും. Then everybody will bow at you. അപ്പോൾ സകലരും നിന്റെ മുൻപാകെ വണങ്ങും. All the other sheep, all the brethren, all are bowing at Joseph, standing upright sheep. യോസേഫിന്റെ കറ്റ നിവർന്നു നിൽക്കുന്നത് കൊണ്ട് സഹോദരന്മാർ അല്ലെങ്കിൽ മറ്റു കറ്റകളെല്ലാം അവന്റെ മുൻപാകെ കുനിഞ്ഞവനെ വണങ്ങി നമസ്കരിക്കുന്നു. Read that thing. വായിക്കാം. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. For behold, we were binding sheaves in the field, and lo, my sheaf arose and also stood upright. So whatever that sheep of Palestine, it all bowed to you. ആകയാൽ ഫിലിസ്ത്യന്മാരുടെ കറ്റകൾ എന്തായിരുന്നാലും അവയെല്ലാം ഇവിടെ കുനിഞ്ഞ് നമസ്കരിക്കേണ്ടി വരും. Because you are a chosen people. കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. You are the 300. നിങ്ങൾ ആ 300 പേരിൽ പെടുന്നു. And you are the man who accepted Jesus by your heart. You believed in heart and confessed in your mouth. കർത്താവായ യേശുവിനെ സ്വീകരിച്ച അവനെ വിശ്വസിച്ച ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങൾ. You are a 300. നിങ്ങൾ ആ 300-ൽ പെടുന്നു. You are a chosen people. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. You are a peculiar treasure. നിങ്ങൾ ഒരു പ്രത്യേക സമ്പത്ത്. And you are a man obedient to God, even to the servant, even to the doctrine. നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ നടത്തിപ്പുകാരെ ഉപദേശ സത്യങ്ങളെ പൂർണ്ണമായി അനുസരിക്കുന്നവരാണ് നിങ്ങൾ. This sheep is standing upright to say that all the Egyptians are under me. ആകയാൽ ഈ കറ്റ നിവർന്നെന്ന് പറയുന്നത് എന്താണ്? സകല മിസ്രയീമ്യരും എനിക്ക് കീഴിലാണ്. All, and he became a second next to Pharaoh. ഫറവോൻ കഴിഞ്ഞ് അവൻ ആ രാജ്യത്തിലെ രണ്ടാമനായി മാറി. Nobody thought that he would be exalted to that kind of position. ഇത്രത്തോളം ഉന്നത പദവിയിൽ അവൻ ഉയർത്തപ്പെടുമെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. He was telling that the sheep is upright. ആകയാൽ ഇവിടെ പറഞ്ഞത് ഈ കറ്റ ഇതാ നേരോടെ നിവർന്നു നിൽക്കുന്നു. Like that you will be upright in the world. You will be ruling the evils in the world. ആകയാൽ ഈ ലോകത്തിൽ നീ ഇതുപോലെ നിവർന്നു നിന്ന ഈ ലോകത്തിലെ തിന്മകളുടെ മേൽ നീ ആധിപത്യം നടത്തും. You will be able to control every power that stand before you. നിനക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ ശക്തികളെയും നീ ന്യായം വിധിക്കും. And that is the power of the anointing of the fire that is from Zion. അത് സിയോനിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ ശക്തിയാണ്. And what we read in secondly in the Judges 15 chapter verse 5. ന്യായാധിപന്മാർ 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ എന്താണ് വായിക്കുന്നത്? Secondly, you see that Philistine agriculture is said as a standing corn. അടുത്തതായിട്ട് ഫിലിസ്ത്യന്മാരുടെ കൃഷിയിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ധാന്യങ്ങളിൽ നിൽക്കുന്നതായിട്ട് വിളവുകളെ കാണുവാൻ കഴിയും. Here in English it says it is a corn which is standing. അവിടെ നിൽക്കുന്നതായ ധാന്യം എന്നാണ് കാണാൻ കഴിയുന്നത്. And what is the explanation of that? അതിന് നൽകാവുന്ന വിശദീകരണം എന്ത്? In Genesis 41 chapter verse 7. ഉൽപ്പത്തി പുസ്തകം 41:7. Now this year or this corn is growing and some is said it is thin. In English it says thin. In Tamil it was savi. It was having savi. It was of such a size. 7-ാം വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ അവിടെ നേർത്ത 7 കതിരുകൾ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And it is not a full grown, it's not a fertile, it's not a full grown, but it is a thin, not grown. അത് ഒരു പൂർണ്ണ വളർച്ച എത്തിയ ഒരു വിളവല്ല, അത് വളരെ നേർത്തതായ ഉണങ്ങിയതായ ഒന്നാകുന്നു. That is the standing corn. അതാകുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്ന വിളകൾ, ധാന്യങ്ങൾ. That standing corn must be burned down. അത് പൂർണ്ണമായി കത്തിക്കപ്പെടേണ്ടതുണ്ട്. It has got no growth at all. അതിന് ഒരിക്കലും ഒരു വളർച്ച
വളർച്ചയുണ്ടാകുന്നില്ല. It is a very thin ear. അത് വളരെ നേർത്തതായ കതിരുകളാണ്. Now what it speaks about, ഇതിനെ കാണിക്കുന്നു, and there is no growth spiritually. ആത്മീകമായി വളർച്ചയില്ലാത്ത അനുഭവം. So this corn, a standing corn, will never allow you to grow spiritually. ആകയാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ വിളകൾ നിന്നെ ആത്മീകമായി വളരുവാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. You will be like a babes in Christ. നീ ക്രിസ്തുവിൽ ഒരു ശിശുവായി മാത്രം കാണപ്പെടും. In 1 Corinthians 3rd chapter verse 1, what Apostle Paul write about those Corinthians? 1 Corinthians 3:3 വാക്യത്തിൽ ഈ കൊരിന്ത്യരെ കുറിച്ച് വിശുദ്ധ പൗലോസ് എന്താണ് എഴുതുന്നത്? You are not a grown up man, but you are a babes in Christ. നിങ്ങൾ ക്രിസ്തുവിൽ മുതിർന്നവരല്ല, ക്രിസ്തുവിൽ ശിശുക്കൾ മാത്രമാണ്. Well, long years you are hearing the doctrine, you are hearing the word of God in the church, but you are not have any growth. എത്രയോ ആണ്ടുകളായി ദൈവസഭയിൽ വന്ന ദൈവവചനവും ഉപദേശങ്ങളെല്ലാം കേട്ടിട്ട് നിങ്ങൾ വളർച്ചയില്ലാത്ത ശിശുക്കൾ മാത്രമായിരിക്കുന്നു. You are a babes in Christ. നിങ്ങൾ ക്രിസ്തുവിൽ ശിശുക്കൾ മാത്രം. You are a flesh, you are a carnal. നിങ്ങൾ ജഡികരാണ്, നിങ്ങൾ ജഡികരായ മനുഷ്യരാണ്. And because of that, what it is said in the 3rd verse, അത് നിമിത്തമായിട്ട് താൻ എന്താണ് 3-ാം വാക്യത്തിൽ അവരെ കുറിച്ച് പറയുന്നത്? you have a envy, you have a strife, and you have a division. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഭിന്നതകളുമുണ്ട്. You are a babes in Christ. നിങ്ങൾ ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നു. You are not grown up to the fullness of the stature of Jesus Christ. യേശു ക്രിസ്തുവിന്റെ തികഞ്ഞ പുരുഷത്വത്തോളം നിങ്ങൾ വളർച്ച പ്രാപിച്ചിട്ടില്ല. But you are a babe in Christ. നിങ്ങൾ ക്രിസ്തുവിൽ വെറും ശിശുക്കൾ മാത്രം. That is the Philistine standing corn. അതാണ് ഫിലിസ്ത്യരുടെ ആ നിൽക്കുന്നതായ ധാന്യങ്ങൾ. And that is the corn which is not having full growth. അത് പൂർണ്ണ വളർച്ചയില്ലാത്തതായ ധാന്യക്കതിരുകൾ. Read that. വായിക്കാം. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? For ye are yet carnal, for whereas there is among you envying and strife and divisions, are ye not carnal and walk as men? You are a babe in Christ. In the first verse say you are babe in Christ. വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നു. You are not a grown up man. നിങ്ങൾ മുതിർന്നവരല്ല. That's why you have a quarrel like a worldly man. അതുകൊണ്ടാണ് ലോകമനുഷ്യരെ പോലെ നിങ്ങൾ വഴക്കിടുന്നത്. You have a lot of problem. Nobody can able to solve your problem. നിങ്ങളുടെ ഇടയിൽ എത്രയോ പ്രശ്നങ്ങളാണ്, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ. You have a division between you. നിങ്ങളുടെ ഇടയിൽ ഭിന്നതകളുണ്ട്. You are not talking with somebody. നിങ്ങൾ ആരോടൊക്കെയോ മിണ്ടാതെ നടക്കുന്നു. You have a bitterness in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് കയ്പുണ്ട്. That is called that Philistine crop. അതാണ് ഫിലിസ്ത്യരുടെ വിള എന്നറിയപ്പെടുന്നത്. That is the Philistine standing corn. അതാണ് ഫിലിസ്ത്യരുടെ ആ ധാന്യക്കതിരുകൾ. That is the Philistine thin ear of the corn. അതാണ് ഫിലിസ്ത്യന്മാരുടെ ആ നേർത്ത മെലിഞ്ഞിരിക്കുന്നതായ ധാന്യക്കതിരുകൾ. And that is you are a babe in Christ. അഥവാ നിങ്ങൾ ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നു. And that's why what the anointing of the Holy Spirit going to do? ആകയാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്താണ് ചെയ്യാൻ പോകുന്നത്? It is make you to grow like a man. നിങ്ങളെ ഒരു തികഞ്ഞ പുരുഷനാക്കി അത് വളർത്തും. This standing corn will be burnt down. ആകയാൽ ഈ ധാന്യക്കതിരുകളെല്ലാം ചുട്ടരിക്കപ്പെടണം. But now you will become like a man. അപ്പോൾ നിങ്ങൾ തികഞ്ഞ പുരുഷനായി മാറും. In 1 Corinthians 13 chapter verse 11, 1 Corinthians 13:11 വാക്യത്തിൽ വായിക്കുമ്പോൾ, when I was a child, I was thinking and I was understanding. I was like a child. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, നിരൂപിച്ചു, സംസാരിച്ചു. But now I am like a man. ഇപ്പോൾ പുരുഷനായി കഴിഞ്ഞു. Like that, when the anointing of the Holy Spirit come in you, childish nature, babe nature, everything will go away. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ എല്ലാവിധമായ ശിശുത്വ സ്വഭാവങ്ങൾ, ശൈശവ സ്വഭാവങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് മാറ്റപ്പെടും. And all the thin ear of corn will be destroyed. ആ നേർത്ത ധാന്യക്കതിരുകളെല്ലാം തന്നെ നശിപ്പിക്കപ്പെടും. Nextly it is said there is a full grown corn in that place. അവിടെ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണ വളർച്ച പ്രാപിച്ചതായ ധാന്യങ്ങളുണ്ട്. That is growing unto man. അത് തികഞ്ഞ പുരുഷനായിട്ട് വളരുക. Growing to the fullness of Christ Jesus. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ നിറവോളം വളർന്നു വരുന്ന അനുഭവം. In Ephesians chapter 4 verse 13 we read about. എഫേസ്യലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം വായിച്ചാൽ, And here it is said the measure of the stature of the fullness of Christ. ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവോളം വളരുക. In such a way this growth will come when you give room for the anointing. നിങ്ങൾ അഭിഷേകത്തിന് ഇട കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വളർച്ചയുണ്ടാകും. You all the babe in Christ, a babe
nature, all will be destroyed. ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നവരുടെ ആ ശിശുത്വ സ്വഭാവങ്ങളെല്ലാം പൂർണ്ണമായി നീക്കപ്പെടും. And you'll have a terrible growth, like fertile, full year growth. പുഷ്ടിയും മണിക്കരുത്തുമുള്ളതായ ഒരു ധാന്യം പോലെ നിങ്ങൾക്ക് ഒരു വലിയ വളർച്ചയുണ്ടാകും. That is the power of the anointing of the Holy Spirit. ഇതാണ് പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ശക്തി. The fire is destroying the standing fire on of the Palestine. ആകയാൽ ഈ തീ വന്നിട്ട് ഫിലിസ്തീന്മാരുടെ ആ നിൽക്കുന്ന ധാന്യക്കതിരുകളെല്ലാം കത്തിച്ചു കളഞ്ഞു. But it is bringing about a full-grown corn in your life through the anointing of the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുഷ്ടിയുള്ളതായ പൂർണ്ണ വളർച്ചയുള്ളതായ ധാന്യങ്ങളെ ഉളവാക്കുന്നു. And that's why in this evening you must surrender to that fire of God. ആകയാൽ ഈ സന്ധ്യാവേളയിൽ നിങ്ങൾ ദൈവത്തിന്റെ തീക്ക് ഇടം കൊടുക്കണം. Nextly, it said about the olive yard. അടുത്തതായിട്ട് അവിടെ ഒലിവ് തോട്ടങ്ങൾ എന്ന് കാണാം. The olive yard also should be burned down. ഒലിവ് തോട്ടങ്ങളെയും ചുട്ടുകളയണം. What is olive yard of the Palestine? എന്താണ് ഈ ഫെലിസ്തീനയുടെ ഒലിവ് തോട്ടങ്ങൾ? That is no beauty in that. അതിനകത്ത് യാതൊരു സൗന്ദര്യവുമില്ല. And there is no beauty in that olive. ആ ഒലിവിൽ ഒരു സൗന്ദര്യമില്ല. But for the olive that is in the hand of the Lord, it is so beautiful. എന്നാൽ ദൈവത്തിന്റെ കയ്യിലുള്ള ഒലിവ് അതിമനോഹരമായിരിക്കുന്നു. In Hosea the 14th chapter verse 6, ഹോശേയ 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ, when you come under the power of the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയിലേക്ക് വരുമ്പോൾ, and you will have a beauty that adorning aspect in your life. ആകയാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശ്രീത്വവും ഒരു സൗന്ദര്യവും ഉണ്ടായിരിക്കും. But what is the Philistine olive? എന്നാൽ ഫിലിസ്തീനയുടെ ഒലിവ് തോട്ടം എന്താണ്? There is no beauty in that. അതിനകത്ത് ഒരു ഭംഗിയില്ല. Because there is no oil in that. അതിനകത്ത് ഒരു എണ്ണയില്ല. In Deuteronomy 28 chapter verse 40, ആവർത്തന പുസ്തകം 28-24 വായിക്കുമ്പോൾ, and that full grown fruit only give oil. പൂർണ്ണ വളർച്ച പ്രാപിച്ചതായ ഫലത്തിൽ മാത്രമേ എണ്ണയുണ്ടായിരിക്കൂ. But in the tender state it is fallen, withered away. എന്നാൽ അതൊരു പിഞ്ചായിരിക്കുമ്പോൾ ഉണങ്ങി കരിഞ്ഞ വീണു പോകുന്നു. And that is the Philistine olive tree. അതാണ് ഫിലിസ്തീനയുടെ ഒലിവ് മരം. And Psalm 104 verse 15, 104-ാം സങ്കീർത്തനം 15-ാം വാക്യം, the oil of the olive is having a great beauty. ഒലിവിന്റെ എണ്ണയ്ക്ക് വലിയ സൗന്ദര്യമുണ്ട്. And that is not with the Philistine olive. എന്നാൽ ഫിലിസ്തീനയുടെ ഒലിവിന് അതില്ല. But for the people of God, as we read in Hosea 14 chapter verse 6, ഹോശേയ 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ ദൈവജനത്തിന് അവന്റെ കൊമ്പുകൾ പടരും, അവന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിൽ ഭംഗി പോലെയും അവന്റെ വാസന ലെബാനോന്റേതുപോലെയും ഇരിക്കും. His branches shall spread, and his beauty shall be as the olive tree. his beauty shall be like an olive tree. അവന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിന്റെ ഭംഗി പോലെ ഇരിക്കും. It will be so beautiful. അത് അതിമനോഹരമായിരിക്കും. And what is that beauty? എന്താണ് ഈ സൗന്ദര്യം? That is the beauty of the bride. അത് മണവാട്ടിയുടെ സൗന്ദര്യം. In Isaiah 61 chapter verse 10, യെശയ്യാ 61-10 വായിക്കുമ്പോൾ, what it is said, the bride is adorned with the jewels. മണവാട്ടി ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് സുന്ദരിയായിരിക്കുന്നത് പോലെ She is a adorned bride. അവൾ അലങ്കൃതയായ മണവാട്ടി. Right now the anointing of the Holy Spirit, it will bring beauty in our life. തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭംഗിയെ കൊണ്ടുവരുന്നു. And you will have that beauty of what we read in 1 Peter 3rd chapter verse 4. പത്രോസ് 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണുന്നത് പോലെ നിങ്ങൾ അത് നിമിത്തമായിട്ട് സൗന്ദര്യമുള്ളവരായി തീരും. And you will have your inner beauty, the ornament of that beautiful nature of meekness and quiet spirit. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ അലങ്കാര സൗന്ദര്യമുള്ളവരായി തീരും. In this anointing of the Holy Spirit, you will have that beauty. ആകയാൽ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിങ്ങൾക്ക് ആ സൗന്ദര്യമുണ്ടാകും. The olive tree of Palestine has got no beauty at all. ആകയാൽ ഫിലിസ്തീനയുടെ ഒലിവ് വൃക്ഷങ്ങൾക്ക് ഭംഗി ഒട്ടുമില്ല. But now the anointing of the Holy Spirit brings the meekness of Christ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ക്രിസ്തുവിന്റെ സൗമ്യതയെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നു. In Matthew 11 chapter verse 29, മത്തായി 11:29 വായിച്ചാൽ, what Jesus said, I am meek and lowly in spirit. ക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനായിരിക്കുന്നു.
That meekness will be established in you. ആ സൗമ്യത നിങ്ങളുടെ ഉള്ളിലും സ്ഥാപിതമാകും. In Galatians chapter 5 verse 23, ഗലാത്യലേഖനം 5:23 the fruit of the Spirit is called, one among is called the meekness. ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് ഈ സൗമ്യത. So that will be established by the anointing of the Holy Spirit. പരിശുദ്ധാത്മാഭിഷേകത്താൽ അത് നിങ്ങളുടെ ഉള്ളിൽ സ്ഥിരമാക്കപ്പെടും. And also it will give a quiet spirit. അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു സാവധാനതയുള്ള മനസ്സ് നൽകും. In 1 Thessalonians 4th chapter verse 12, 1 തെസ്സലോനിക്കർ 4:12 you have to seek that quiet spirit, quietness. നിങ്ങൾ ആ സാവധാനതയുള്ള മനസ്സിനെ അന്വേഷിക്കുന്നവരായി തീരണം. It is so necessary, because if you never have quietness, then everything is over. ആകയാൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സാവധാനമായിരിക്കുന്നതിനെ കുറിച്ചല്ലേ പറയുന്നത്? Read that. വായിക്കാം. ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണമെന്ന് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. that he may walk honestly toward But them. in Tamil only, seek to be quiet. ആകയാൽ നിങ്ങൾ അടങ്ങിപ്പാർക്കുക, അല്ലെങ്കിൽ സാവധാനതയോടെ ഇരിക്കുവാൻ തേടുക. In Tamil only it is said, in English it is study the quietness. അവിടെ തമിഴിലാണ് അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. Study to be quiet is said in English. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മിണ്ടാതിരിക്കുവാൻ പഠിക്കുക. So quietness is a thing that you should be sought. You have to seek it every day. ആകയാൽ ഈ സാവധാനത എന്ന് പറയുന്നത് ഓരോ നാളും നിങ്ങളുടെ ഉള്ളിൽ അത് നിങ്ങളത് പഠിച്ചെടുക്കേണ്ട കാര്യമാകുന്നു. In 1 Chronicles 22nd chapter verse 9, ദിനവൃത്താന്തം 22:9 in the time of Solomon there was a great quietness. There is no war at all. ശലോമോന്റെ നാളുകളിൽ അവിടെ യുദ്ധമൊന്നുമില്ലായിരുന്നു. വലിയ ഒരു സ്വൈര്യം, വിശ്രാമത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു. You must have that quietness without having no war, as it in the time of Solomon. ശലോമോന്റെ കാലത്തെ പോലെ യുദ്ധങ്ങളൊന്നുമില്ലാത്ത ഒരു സ്വൈര്യമായി പാർക്കുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. Right now God wants that you must have that meekness and quietness as a beauty in our life. നിങ്ങളുടെ ജീവിതത്തിൽ സൗമ്യതയും സാവധാനതയുമാകുന്ന സൗന്ദര്യം, അലങ്കാരം ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. And while that olive tree, that no beauty, no oil, and that olive tree is destroyed, you will have the beautiful olive spiritually. ഫെലിസ്ത്യരുടെ ആ ഒലിവ, യാതൊരുവിധമായ എണ്ണയില്ലാത്ത ഭംഗിയില്ലാത്ത ആ ഒലിവ നശിപ്പിക്കപ്പെട്ടിട്ട് നിങ്ങൾ ആത്മീകമായിട്ട് ഭംഗിയുള്ളതായ ഒലിവ് പോലെ ആയിത്തീരണം. You will have the meekness and quietness of Jesus Christ. നിങ്ങൾ യേശുവിന്റെ സൗമ്യതയും സാവധാനതയും ഉള്ളവരായി തീരും. And that the hidden ornament, the hidden beauty that will be found in you. അത് നിങ്ങളിൽ കാണുന്ന മറഞ്ഞിരിക്കുന്നതായ സൗന്ദര്യമാണ്, നിങ്ങളിൽ നിഗൂഢമായിരിക്കുന്നതായ അലങ്കാരമായിരിക്കും. So for that only God is using this Samson. അതിനുവേണ്ടിയാണ് ദൈവം ഈ ശിംശോനെ ഉപയോഗിക്കുന്നത്. Your crop must be able to reach as a fullness, as a precious fruit. ആകയാൽ നിങ്ങളുടെ വിളകൾ അത് പൂർണ്ണ വളർച്ച പ്രാപിച്ച് വിലപ്പെട്ട ഫലമായി തീരണം. In James 5th chapter verse 7, യാക്കോബ് 5:7 what we read in James 5th chapter verse 7, യാക്കോബ് 5:7 എന്താണ് വായിക്കുന്നത്? the husbandman is waiting for the former rain and the latter rain, so that it may bring forth the precious fruit. കൃഷിക്കാരൻ വിലയേറിയ ഫലത്തിനായി കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും ലഭിക്കുമ്പോഴും അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. And God and Jesus is waiting for you, that you must bring forth the precious fruit. നിങ്ങൾ വിലയേറിയ ഫലം വായിക്കേണ്ടതിനായിട്ട് ദൈവവും യേശുവും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. Right now in this evening, that fire is important. അതുകൊണ്ടായി സന്ധ്യാവേളി തീ അത്രത്തോളം പ്രാധാന്യമുള്ളത്. Samson know the fire is the only answer. ശിംശോന് അറിയാമായിരുന്നു തീയാണ് ഏക ഉത്തരം. And that is only possible with the fox. അത് ഈ കുറുക്കന്മാരിലൂടെ മാത്രമേ സാധിക്കൂ. The fox live in the hole. ഈ കുറുക്കന്മാർ കുഴികളുടെ ഉള്ളിൽ പാർക്കുന്നു. It is living because of Jesus Christ. യേശു ക്രിസ്തു നിമിത്തമാണ് നിങ്ങൾ ജീവിക്കുന്നത്. It accept and that he died on the cross. യേശു ക്രൂശിൽ നിങ്ങൾക്കായി മരിച്ചുവെന്ന് നിങ്ങൾ ഏറ്റിരിക്കുന്നു. And also you are this fox is living in the hole, that is you are under the protection of the apostles and the doctrine. കുറുക്കന്മാർ കുഴികൾക്കുള്ളിൽ പാർക്കുന്നത് പോലെ നിങ്ങൾ അപ്പോസ്തലിക ഉപദേശത്തിന്റെയും സത്യത്തിന്റെയും സംരക്ഷണത്തിനുള്ളിൽ പാർക്കുന്നു. You have a trail of obedience to God, even to the apostles. അഥവാ അപ്പോസ്തലന്മാരോട് ദൈവത്തോടുള്ളതായ അനുസരണം നിങ്ങളുടെ
ഉള്ളിലുണ്ട്. That's why this firebrand is tied on the tail. അതുകൊണ്ടാണ് ഈ തീപ്പന്തങ്ങൾ വാലിനോട് ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്നത്. What happened when the firebrand is tied? ഈ തീപ്പന്തങ്ങളെ കെട്ടിവെച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? Fox will never stand now. അതിനു മുൻപാകെ ഇതൊന്നും തന്നെ നിൽക്കുന്നില്ല. The fox will never stand. It will നിൽക്കുന്നില്ല. Flee. It will run and flee and flee. ആ കുറുക്കന്മാർ ഇതാ ഓടിച്ചെല്ലുന്നു, പാഞ്ഞു ചെല്ലുന്നു. It will never stand in a minute. Never waste a single minute. ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ അവ ഓടിച്ചെല്ലുന്നു. That is called the fox. അതാണ് ഈ കുറുക്കന്മാർ. That is called fox. അതിനാണ് അതിന് കുറുക്കന്മാർ. Why God has chosen you? എന്തുകൊണ്ടാണ് നിന്നെ തിരഞ്ഞെടുക്കുന്നത്? Because you are a fox, like so swift, nothing can stop you. ആർക്കും നിന്നെ തടുക്കുവാൻ കഴിയാത്ത നിലയിൽ കുറുക്കനെ പോലെ നീ അതിവേഗത്തിൽ മുന്നേറി ചെല്ലുന്നത് കൊണ്ട്. And that's why God has chosen you like a fox and putting the firebrand. അതുകൊണ്ട് തന്നെയാണ് കുറുക്കനെ പോലെ ദൈവം നിന്നെ തിരഞ്ഞെടുത്ത നിന്റെ ഉള്ളിൽ ആ തീപ്പന്തം വയ്ക്കുന്നത്. He put the torch inside your earthen vessel. ഈ മൺപാത്രത്തിന്റെ ഉള്ളിൽ അവൻ ആ തീപ്പന്തം വെച്ചിരിക്കുന്നു. That you are going to shatter the enemy. അതുകൊണ്ടാണ് നീ ചെന്ന് ശത്രുവിന്റെ ശക്തികളെ തകർക്കുക. All the power of sin you will shatter. പാപത്തിന്റെ ശക്തികളെല്ലാം നീ നശിപ്പിക്കുക. All the childish nature will destroy. ശിശുത്വ സ്വഭാവങ്ങളെല്ലാം നീ നശിപ്പിക്കുക. All the no beauty of the olive, all you will destroy. ഒലിവിന്റെ ഭംഗിയില്ലാത്ത അനുഭവങ്ങളെല്ലാം നീ നശിപ്പിക്കുക. And you are going to bring about a great victory. നീ ഒരു വലിയ ജയത്തെ നേടുവാൻ പോകുന്നു. You are going to be a standing call, you standing sheep. ആകയാൽ നീ നിവർന്നു നിൽക്കുന്ന ഒരു കച്ചയായി തീരുവാൻ പോകുന്നു. You are going to be like a full grown ear of corn. ആകയാൽ നീ പൂർണ്ണ വളർച്ച പ്രാപിച്ചതായ മണിക്കരുത്തുള്ള ഒരു കതിരായി തീരാൻ പോകുന്നു. That is only by the anointing of the Holy Spirit. പരിശുദ്ധാത്മാഭിഷേകത്താലേ ഇത് നടക്കൂ. You are going to have the beauty because of the olive, because of the anointing what God is going to give you right now. ദൈവം നിനക്ക് തരുവാൻ പോകുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ നീ സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായി തീരും. Now I want everybody close their eyes. ദയവായി എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. So let us now, the Lord want to bring that fire in here. കർത്താവ് ആ തീയെ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. I want everybody stand on your knees. ദയവായി എല്ലാവരും മുഴങ്കാലിൽ നിൽക്കുക. And lift up your hand. നിങ്ങളുടെ കരം ഉയർത്തുക. And say to the Lord, കർത്താവിനോട് പറയുക, I am that fox, Lord. ഞാനാണ് ആ കുറുക്കൻ കർത്താവേ. Lord, I am the fox living in the hole. ആ കുഴികളിൽ പാർക്കുന്ന കുറുക്കൻ ഞാൻ തന്നെയാണ്. Oh Lord, choose me for that purpose. കർത്താവേ, അങ്ങയുടെ ഉദ്ദേശത്തിനായി എന്നെ തിരഞ്ഞെടുക്കണമേ. Please stand on your knees. ആകയാൽ നിങ്ങൾ ദയവായി മുഴങ്കാലിൽ നിൽക്കുക. Please stand on your knees. നിങ്ങൾ മുഴങ്കാലിൽ നിൽക്കുക. Lift up your hand. കരങ്ങളെ ഉയർത്തുക. You say, I am that fox. നിങ്ങൾ പറയുക, ഞാനാണ് ആ കുറുക്കൻ. Oh God, use me as a weapon against the Philistine crop, against the agriculture. ദൈവമേ, ഫെലിസ്ത്യരുടെ വിളവുകൾക്കും കൃഷിക്കുമെതിരായിട്ടുള്ള ഒരു ആയുധമായി അങ്ങ് എന്നെ ഉപയോഗിക്കണമേ. Now I want everybody stand up now. ദയവായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. Right now, let us all stand and lift up your hand. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങളെ ഉയർത്താം. And let us say, Lord, make me, I am your fox, Lord. കർത്താവേ, എന്നെ അങ്ങയുടെ ഒരു കുറുക്കനെ പോലെ മാറ്റണമേ. Oh Lord, I am that fox. ഞാൻ തന്നെയാണ് ആ കുറുക്കൻ I കർത്താവേ. am living in the hole. ഞാൻ കുഴികളിൽ പാർക്കുന്നു. I am living on the doctrine and the apostolic fellowship. ഞാൻ ഉപദേശങ്ങളിൽ അപ്പോസ്തലിക കൂട്ടായ്മയിൽ ഉറച്ചു നിൽക്കുന്നു. I am looking toward that hole, ഞാൻ Jesus. ആ യേശുവാകുന്ന കുഴിയിലേക്ക് കണ്ണുകളെ പതിച്ചിരിക്കുന്നു. I want a deliverance. I want that you must utilize me by thine fire. കർത്താവേ, അങ്ങയുടെ തീയുടെ ശക്തിയാൽ അങ്ങയുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണമായി വിടുതൽ വരുത്തി തരണമേ. Open your mouth. വായി തുറക്കുമേ. Everybody open your mouth. എല്ലാവരും വായി തുറക്കുമേ. You say, Lord, use me. പറയുക, കർത്താവേ, അങ്ങനെ ഉപയോഗിക്കണമേ. Bring the fire of Zion in me. ആ സിയോനിലുള്ള തീ എന്റെ മേൽ വരട്ടെ. Bring the fire of Zion. സിയോന്റെ തീ എന്റെ മേൽ വരട്ടെ. I have come to put the fire. ആ തീ എന്റെ ഉള്ളിലേക്ക് വന്നെത്തട്ടെ. I want to make it to burn. ആ തീ എന്നിലൂടെ ആളി പടരട്ടെ. For that only I have come into the world. അതിനായിട്ടാണ് ഞാൻ ഈ ലോകത്തിൽ വന്നത്. Oh, you are that instrument God going to use here. നീയാണ് ആ ഉപകരണം. ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. Lift up your hand. കരമുയർത്തുക. You just say, God use me as an instrument. ഈ പറയണം, കർത്താവേ, എന്നെ ഒരു ഉപകരണമായി ഉപയോഗിക്കണമേ. Put the firebrand in me. എന്നിൽ ആ തീ ജ്വാലയിക്കണമേ. പായിഞ്ചൊഴുകിടട്ടെ കവിഞ്ഞൊഴുകിടട്ടെ
because He wants to use you to burn all the Philistine power. എല്ലാ ഫിലിസ്ത്യ ശക്തികളെയും ദഹിപ്പിക്കേണ്ടതിനായിട്ട് ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. Right now, surrender to that power of God. ഇപ്പോൾ തന്നെ ദൈവശക്തിക്കായി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. Let that fire fall upon you. ആ തീ നിന്റെ മേൽ വരട്ടെ. Let it fall upon you. ആ തീ നിന്റെ മേൽ വീഴട്ടെ. നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ രാത്രികാലം ദൈവം നമ്മളോട് സംസാരിച്ചതിനാ നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മശക്തിയാ നിറയപ്പെട്ട് ദൈവത്തെ സ്തുതിപ്പാൻ ഒരവസരം കൂടി കർത്താവ് നമുക്ക് തന്നതിനാ നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. നമ്മുടെ 3 ദിവസത്തെ കൂട്ടത്തിൽ വലിയവനാ ദൈവനോട് മധ്യ കടന്നു വന്ന് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനാ നമുക്ക് സ്തോത്രം ചെയ്യാം. അതേ ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പാൻ കൊണ്ടും കർത്താവ് തന്ന ആ വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. എല്ലാവരുടെയും പ്രത്യാശ അവസാന നാളിൽ വർദ്ധിപ്പിക്കേണ്ടതിനാ നമുക്ക് അതേ ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായെന്നുള്ളത് ആദ്യത്തിന്റെ വചനങ്ങളെ ഈ രാത്രി കാലിനോട് കേൾപ്പിച്ചതിനാ നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. ക്രിസ്തു ലോകത്തിൽ വന്നതിന്റെ പരമ ഉദ്ദേശം ഒന്നുകൂടി മനസ്സിലാക്കുവാണ്ട് കൊണ്ടും കർത്താവ് നമ്മെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. അധർമ്മം പെരുകുന്ന ലോകത്തിലൊരു വലിയ ന്യായവിധി ഉണ്ടെന്ന് കർത്താവ് രാത്രി കാലം അറിയിച്ചതിനാ നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. ഒരു ദഹിപ്പിക്കുന്ന അഗ്നിയായി കർത്താവ് വെളിപ്പെടാൻ പോകുന്നതിനാ നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നന്മ അനുഭവിക്കും. അത് മാത്രമല്ല മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും. ഇതിനെ ധ്യാനിച്ച് കടന്നു പോകുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനാ നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. അതേ സുവിശേഷത്തെ അനുസരിക്കാത്തവർക്ക് ദൈവത്തിന്റെ സന്നിധാനവും അവന്റെ വലപത്വത്തോളം മഹത്വം വിട്ടകന്ന് നിത്യനാശം ശിക്ഷാവധി ഉണ്ട് അതുകൂടി അറിയുവാൻ കർത്താവ് നമുക്ക് സഹായിക്കേണ്ടതിനാ വീണ്ടും സ്തോത്രം ചെയ്യാം. ക്രിസ്തു അഗ്നിജാലിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നതിനാ നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. ആ വലിയ ന്യായവിധിയിൽ തന്നെ കർത്താവ് വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവഗ്നിയായി നമ്മെ അഭിഷേകം ചെയ്തിരിക്കാൻ നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. ഈ അഭിഷേകത്താൽ ഫെലിസ്ത്യന്റെ എല്ലാ കളകളെയും എല്ലാ ദുഷ്ടശക്തികളെയും നശിപ്പിക്കുവാൻ ദൈവം നമ്മെ
സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ശരീരാത്മതികളെ കർത്താവ് എന്തിനാൾ വിശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. അതേ നീതിമാന്മാർക്ക് യാതൊരു ദോഷവും തട്ടാത്ത ആ അഗ്നിയായി നമ്മിൽ പരിവർത്തിച്ച് സഭയെ കർത്താവ് വിശുദ്ധീകരിക്കുന്നതിനായി നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് മഹിമയോടെ തേജസ്സോടെ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. അത് മാത്രമല്ല നിത്യതയിൽ പുതിയ ശിലയിലും സിയോനിലും ആ മഹിമയുള്ള തേജസ്സുള്ളതായ അഗ്നിയുടെ അനുഭവത്തിൽ വാഴുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. കൊണ്ടുവന്ന എല്ലാ മക്കൾക്കായി നമുക്ക് വീണ്ടും സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശുവിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ ശ്രേമേര സ്വർഗീയ പിതാവേ തിരുനാമത്തിന് സ്തോത്രം എന്ന് ശ്രദ്ധിക്കുന്നു. ഞങ്ങളുടെ കൺവെൻഷന്റെ മൂന്നാം രാത്രി കാലവും വലിയവനാദ്യം ഞങ്ങളുടെ മധ്യ കിടന്നു ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ പാടി ദൈവത്തെ സ്തുതിപ്പാണ്ടങ്ങളും കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തു സത്യദൈവമെന്ന് നിത്യജീവനെന്ന് വിശ്വസിപ്പാണ്ടക്കോണം അതിനെക്കുറിച്ച് സുവിശേഷത്തിൽ അറിയിപ്പാണ്ടക്കോണം ഈ ദിവസങ്ങളിൽ ഞങ്ങൾ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ ഞങ്ങളോട് സംസാരിച്ച ദൈവജനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഭൂമിയിൽ തീടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അതിപ്പോഴും കത്തിയെങ്കിൽ കൊള്ളാമെന്നുള്ള വചനപ്രകാരം കർത്താവ് ഒരു വലിയ ന്യായവിധി ലോകത്തിലേക്ക് വരാൻ പോകുന്നു. ആ സോദോം ഗോമോറ പട്ടണം നശിച്ചതുപോലെ കർത്താവ് ലോകത്തിനൊരു വലിയ ന്യായവിധി വരാനായിട്ട് പോകുന്നു. പാപം നിറയ്ക്കുന്ന ആ ലോകത്തിൽ നിന്ന് അനുഗ്രഹ കർത്താവ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ സ്തോത്രം. അത് മാത്രമല്ല ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ളതായ തീ നൽകി തന്ന് ഞങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ വചനം കേട്ട എല്ലാവരെയും ഈ ശക്തിയാൽ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഫെലിസ്ത്യ ശക്തികളുടെ സാത്താന്യ ശക്തികളുടെ എല്ലാവിധമായ കളകളെ ശക്തികളെ ശക്തികേന്ദ്രങ്ങളെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നശിപ്പിച്ചുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു തേജസ്സോടെ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആ നാളിലാ ഞങ്ങളെ തന്നെ ഒന്ന് ഒരുക്കുവാണ്ടക്കോണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ കർത്താവ് നാൾ വിശുദ്ധീകരിക്കണമേ. ആ മഹത്വത്തിന്റെ തീ വസിക്കുന്നതായ പുതിയ യെരൂശലേമിലും സിയോൻ നിത്യതയിലും കർത്താവിനോടുകൂടി നിത്യതയിൽ വസിപ്പാണ്ടക്കോണം ഓരോ വ്യക്തി ജീവിതങ്ങളെയും അവസാന നാൾ ഒന്നുകൂടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ അതിന് സംസാരിപ്പാൻ ദാസന്മാരെയും കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് കർത്താവ് അനുഗ്രഹിക്കും, അവിടുത്തെ വലിയതാ മഹത്വപ്പെടുത്തും. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ കൃപയും പിതാവാകിയ ദേവനുടെ അൻപും പരിശുദ്ധാവിയാനവരുടെ ഐക്യവും പാതുകാപ്പും നമ്മുടെ അനവരോടും വിശേഷமாக ദേവസമൂഹത്തിൽ വന്ന ദൈവിക ആശീർവാദങ്ങൾ വിടുതലയെ പെറ്റ് എല്ലാ ദേവജനങ്ങളോടും കൂടെ ഇன்று മുതൽ കൊണ്ട് എന്തെന്റേക്കും ഇരുപ്പதாக. മൂന്നല്ലേലിയ சொல்லுங்க. இப்போது தெய்வீக சுகமளிக்கும் ஆராதனை நடைபெறும். ஆனபடினால் எல்லா ஊழியர்களும் அப்படியே உட்காருங்கள். ദേവ ജനങ്ങൾ ജപത്തുക്കാകെ മുന്നുക്ക് വാരുങ്ങൾ. രോഗശാന്തി ശുശ്രൂഷയുടെ സമയമാണ്. ശുശ്രൂഷകർ ഇവിടെ തന്നെ ഇരിക്കുക. ദൈവമക്കൾ പ്രാർത്ഥനയ്ക്കായും എല്ലാ പാസ്റ്റേഴ്സും സീനിയർ എൽഡേഴ്സും എല്ലാ എൽഡേഴ്സും പോയി ജോം பண்ணுங்க. പാസ്റ്റർമാരും എല്ലാ എൽഡർമാരും സീനിയർ എൽഡർമാരും കോട്ടയം സെന്ററിലെ എല്ലാ എൽഡേഴ്സും പോയി ജോം பண்ணுங்க. കോട്ടയം സെന്ററിലെ എല്ലാ എൽഡർമാരും പോയി പ്രാർത്ഥിക്കുക. സീനിയർ പാസ്റ്റേഴ്സ് സീനിയർ എൽഡേഴ്സ് സഹോദരികളുടെ പക്കം വന്ന് ജോം വന്നിടുവാൻ പാവശാപങ്ങൾ ഇല്ലാമകറ്റും രോഗോപശാന്തിയും നൽകും നീതി പാതകളിൽ നടത്തും പാവശാപങ്ങൾ എല്ലാമകറ്റും രോഗോപശാന്തിയും നൽകും
ക്രിസ്തുവിൻ സന്നിധിയിൽ വന്നിടുവാൻ നിൻ പാപശാപങ്ങൾ എല്ലാം അകറ്റും രോഗോപശാന്തിയും നൽകും നീതി പാതയിൽ നടത്തും നിൻ പാപശാപങ്ങൾ എല്ലാം അകറ്റും രോഗോപശാന്തിയും നൽകും നീതി പാതയിൽ നടത്തും. എല്ലാവരും കർത്തരെ സ്തോത്രം പണ്ണു. നമ്മളെല്ലാവരും കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാരും സ്തോത്രം പണ്ണുങ്ക. എല്ലാവരും സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം தெய்வீக സ്തോത്രം. சுகமளிக்கும் ஆராதனை ஒழுங்காக நடத்த தேவன் உதவி செய்தபடியினால் ஸ்தோத்திரம் பண்ணுவோம். ദൈവിക രോഗശാന്തി ശുശ്രൂഷ വളരെ ക്രമമായി നടത്തുവാൻ ദൈവം സഹായിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യാം. ஸ்தோத்திரம் 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 ஸ்தோத்திரம். இப்போது இயேசுவின் நாமத்தில் தொட்டு ஜெபித்த யாவருக்கும் விடுதலையை தந்தபடியினால் ஸ்தோத்திரம் യേശുവിന്റെ பண்ணுவோம். നാമത്തിൽ തൊട്ട് പ്രാർത്ഥിച്ച എല്ലാവർക്കും കർത്താവ് ഇപ്പോൾ വിടുതൽ തന്നതിനായി സ്തോത്രം ചെയ്യാം. ஸ்தோத்திரம் ஸ்தோத்திரம் ஸ்தோத்திரம். அவருடைய பரிசுத்த நாமம் மகிமைப்பட்டது, அதற்காக ஸ்தோத்திரம் തന്റെ பண்ணுவோம். വിശുദ്ധ നാമം മഹത്വപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യാം. ஸ்தோத்திரம் ஸ்தோத்திரம். நல்ல பிதாவே, நன்றியோடு உம்மை துதிக்கிறோம். தெய்வீக சுகமளிக்கும் ஆராதனை நீர் பொறுப்படுத்த ஆசீர்வாதமாக நடத்தி தந்தபடியினால் ஸ்தோத்திரம். உம்மண்டையில் வந்த எல்லாருக்கும் தொட்டு ஜெபித்து சுகமாக்கினபடியினால் ஸ்தோத்திரம். உமது கருத்து தருகிறோம், பொறுப்படுத்திக் கொள்ளும். இயேசுவின் நாமத்தில் பிதாவே. ആമേൻ.